വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കണ്ണുകളടച്ച് കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിന് മുമ്പാകെ ഞങ്ങൾ എത്ര കുറവുള്ളവരാണ് കർത്താവേ, ഞങ്ങൾ എത്രമാത്രം ആത്മാവിൽ ദരിദ്രരാണെന്ന് കർത്താവേ തിരിച്ചറിയാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആ പരിശുദ്ധിയുടെ മുമ്പാകെ, അവിടുത്തെ ആ കർത്താവേ ക്രിസ്തുവിൻ്റെ ആ സമ്പൂർണമായിട്ടുള്ള ദിവ്യ സ്വഭാവത്തിന് മുമ്പാകെ ഞങ്ങൾ എത്ര കുറവുള്ളവരാണെന്ന് കണ്ട് കർത്താവെ, ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ സാഷ്ടാംഗം പ്രണമിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ ഞങ്ങൾ സഹായിച്ചാട്ടെ. അവിടുത്തെ മുമ്പാകെ ഒരു പൂജ്യമായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ കഴുകണം, സ്നേഹത്താലെ ഞങ്ങളെ ഇളവില്ലാതെ നിറയ്ക്കണം. അവിടുത്തെ മുഖപ്രകാശം, അവിടുത്തെ ആ മുഖ തേജസ് ഞങ്ങളിലേക്ക് പകരണമേ കർത്താവെ. ആ വെളിച്ചത്തിൽ അവിടുത്തെ വചനത്തെ കാണുവാൻ കർത്താവെ ഞങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം. ആ കണ്ണാടിയിൽ, വചനമാകുന്ന കണ്ണാടിയിൽ അവിടുത്തെ തേജസ്സിനെ കാണുവാൻ, ഞങ്ങളുടെ കുറവുകളെ കണ്ട് കർത്താവെ ഞങ്ങൾ മാനസാന്തരപ്പെട്ട് വീണ്ടും കർത്താവെ ആഴത്തിൽ സമർപ്പിക്കുവാനും അതേ സ്വരൂപത്തിലേക്ക് കർത്താവെ വചനത്തിന്റെ കണ്ണാടിയിൽ ഇത് യേശുവിന്റെ സ്വരൂപത്തെ, തേജസ്സിനെ കണ്ടു, അതേ സ്വരൂപത്തിലേക്ക്, അതേ പ്രതിമയിലേക്ക്, അതേ സ്വരൂപത്തിലേക്ക് ഞങ്ങളും രൂപാന്തരപ്പെടുവാൻ കർത്താവെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമ്മളെ വെളിപാട് പുസ്തകത്തിന്റെ ഈ ഒരു പഠനം നമുക്കറിയാം, വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഒരു വിഹക വീക്ഷണം അല്ലെങ്കിൽ അതിന്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ, അതിനായിട്ടൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ സാക്ബറിന്റെ ആ ഒരു അന്തിമവിജയം പുസ്തകം, ഫൈനൽ ട്രയംഫ് എന്ന് പറഞ്ഞ ആ പുസ്തകം നമുക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഓവറോൾ പിക്ചർ കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും ആ പുസ്തകം അങ്ങ് വായിച്ച് തീർക്കണമെന്നൊക്കെ ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ. എന്ന് നമ്മൾ ഈ ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടെ ആ കാര്യങ്ങൾ, കുറച്ചുകൂടെ ചില വാക്കുകളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ കുറച്ചുകൂടെ ആ കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്ന പല പല വിഷയങ്ങൾ നമ്മൾ കുറച്ചങ്ങ് ചേർത്ത് ചിന്തിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ വാക്യങ്ങൾ അങ്ങനെ കവറായി പോവാത്ത. എന്നാൽ അതിലാരും പരിഭവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ വാക്യങ്ങൾ സാങ്ക്ലിന്റെ ആ പുസ്തകം ഗോത്രൂ ചെയ്താൽ തന്നെ അത് പെട്ടെന്ന് ആ കാര്യങ്ങൾ അത് കവർ ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മളത് സഭയായിട്ട് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ, കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ലോ ആയിട്ട്, കുറച്ചുകൂടെ ചില വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെതായ പല പല ക്രോസ് റെഫറൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കത് കൂടുതൽ പ്രയോജനമായി തീരുമല്ലോ. നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ടൊക്കെ 4 മുതലുള്ള വാക്യങ്ങൾ, പിന്നെ 5-6 വാക്യങ്ങളിലെ ആ എക്സ്പ്ലനേഷൻ നമ്മൾ അന്തിമവിജയം പുസ്തകം, സാക്ബറിന്റെ അന്തിമവിജയം പുസ്തകത്തിൽ നിന്ന് 5-6 വാക്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ വായിച്ചായിരുന്നു. ഞാൻ ആ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ച് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിൻ്റെ കൂടെ വാഴുന്ന കാര്യമാണ്. കർത്താവിൻ്റെ കൂടെ വാഴുന്നവര് രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടുള്ള ഒരു വാഴ്ചയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വെളിപാട് 20-ന്റെ 4-6 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അതെല്ലാവർക്കും ആ കാര്യങ്ങൾ നിങ്ങളുടേതായ ബൈബിളിൽ നിങ്ങൾക്ക് അത് വ്യക്തമായോ എന്ന് എനിക്കറിയത്തില്ല. വെളിപാട് 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് അതിന്റെ അവസാനം എന്താ വായിക്കുന്നത്? അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടി 1000 ആണ്ട് വാഴും. അപ്പം പുരോഹിതന്മാരായിട്ട് വാഴുന്ന ഒരു കാര്യം പറയുന്നു. അതിന് 4-ാമത്തെ വാക്യത്തില് അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അപ്പൊ രാജാക്കന്മാരെന്ന് എവിടാ പറയുന്നത്? അവിടെ സിംഹാസനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ന്യായാസനങ്ങൾ എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷിൽ ഐസോത്രോൺസ് ആൻഡ് ദേ സാറ്റ് ഓൺ ദം. അപ്പൊ ആ ഒരു സിംഹാസനങ്ങളുടെ മേല്, ന്യായാസനങ്ങളുടെ മേല് അവര് ഇരുന്ന് ന്യായവിധിയുടെ അധികാരത്തോടെ കർത്താവിന്റെ കൂടെ ഇരുന്ന് രാജാക്കന്മാരെ പോലെ വാഴുന്നൊരു കാര്യം. അപ്പൊ ഈ രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നുള്ള ആ ഒരു പ്രയോഗം, അത് ദൈവവചനത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ആ ഒരു രാജകീയ പുരോഹിത വർഗം എന്നുള്ള ഒരു പദപ്രയോഗമൊക്കെ നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു. പഴയ നിയമം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിൽ രാജകീയ പുരോഹിത വർഗം, അതായത് രാജാക്കന്മാരും പുരോഹിതന്മാരും ആയിട്ട് ഒരാളെ അന്ന് പഴയ നിയമത്തിന്റെ ആ ഒരു വെളിച്ചത്തിൽ ആർക്കും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു രാജാവും പുരോഹിതനുമായിരുന്ന ഒരു മനുഷ്യനെ, ഒരു മെൽക്കിസദേക്കിനെ മാത്രമേ നമ്മളവിടെ കാണുന്നുള്ളൂ. മെൽക്കിസദേക്കിനെ കുറിച്ച്, മെൽക്കിസദേക്കിന്റെ
അതിന്റെ മെൽക്കിസദേക്കിന്റെ വംശാവലിയെ കുറിച്ചൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം മൊത്തം എല്ലാവരുടെയും വംശാവലി, പക്ഷെ മെൽക്കിസദേക്കിനെ മാത്രം വംശാവലി പറയുന്നില്ല എന്നാണ് നമ്മള് എബ്രായ പുസ്തകം 7-ാം അധ്യായത്തിൽ മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞു പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നുള്ള ആ ഒരു പ്രയോഗത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അന്തിമോചനം പുസ്തകത്തിലെ ആ ഒരു 5-6 വാക്യങ്ങളിലെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ വാക്യത്തിലെ റെഫറൻസസ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നേ. നമ്മൾ എബ്രായ ലേഖനത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ സാഗ്ബർ പറയുന്നത് പോലെ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ബൈബിൾ ഗോസ് ത്രൂ അസ് റാദർ ദാൻ വി ഗോ ത്രൂ ദ ബൈബിൾ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ വാക്യങ്ങൾ അതെല്ലാം ഒരു റെഫറൻസ് എടുത്ത് പോകുന്നതിനെക്കാട്ടിലും അതിനോട് അനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല പല കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ആത്മീയജീവിതത്തിന് മുതൽക്കൂട്ടായിരിക്കുമല്ലോ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തില് ഈ മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നത് ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന് പുരോഹിതനുമായ ഈ മെൽക്കിസദേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെൽക്കിസദേക്ക് എന്നുള്ള വാക്കെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട. മെൽക്കിസദേക്ക് ഒരു മനുഷ്യന്റെ പേര്, ഒരാളുടെ പേരാ. അത് അദ്ദേഹം ശാലേം എന്ന് പറയുമ്പോൾ ജെറുസലേം എന്നുള്ളതിന്റെ അതിന്റെ ഒരു ചിത്രമാണ് ശാലേം രാജാവ്. യഥാർത്ഥത്തിലുള്ള ശാലേം രാജാവ് യേശു കർത്താവാണ്. ഇന്ന് ഈ മെൽക്കിസദേക്ക് യഥാർത്ഥത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. എന്നാൽ ഒരു പക്ഷേ അത് ദൈവത്തിന്റെ തന്നെ ഒരു പ്രത്യക്ഷപ്പെടലായിട്ട്, യേശുവിന്റെ ഒരു പ്രത്യക്ഷപ്പെടലായിട്ട്, യേശു കർത്താവ് യേശുവിന്റെ ഒരു പ്രത്യക്ഷപ്പെടലായിട്ട് പഴയ നിയമത്തിലെ ഒരു കാര്യമായിട്ട് നമുക്കത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്ന് വെച്ചാൽ ഈ മെൽക്കിസദേക്കിനെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ ആ മെൽക്കിസദേക്കിന് എബ്രഹാം 10% കൊടുത്തു. ലോത്തിന്റെ ശത്രുക്കൾ വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പം ആ ശത്രു സൈന്യത്തിൽ നിന്ന്, ശത്രു രാജാക്കന്മാരിൽ നിന്നൊക്കെ എബ്രഹാം അവരെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ എബ്രഹാമിന് ആത്മീയമായിട്ടുള്ള ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു രാജാവും പുരോഹിതനുമായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ മെൽക്കിസദേക്കിനെ കുറിച്ച് കാണുന്നത്. അപ്പം ഈ പഴയ നിയമത്തിൽ ആകപ്പാടെ ഒരു രാജാവും പുരോഹിതനുമായിട്ടുള്ള ആളായിരുന്നു ആരായിരുന്നു വെച്ചാൽ ഈ മെൽക്കിസദേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ ഉടമ്പടിയിൽ നമ്മളെ ദൈവം ആ ഒരു പദവിയിലേക്ക് അങ്ങ് ഉയർത്തിയിരിക്കുക. നമ്മൾ ഏതാണ്ട് യോഗ്യത ഉണ്ടായിട്ടാണ്. പഴയ നിയമത്തിലെ മോശയും ഏലിയാവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ പഴയ നിയമത്തിലെ ദാനിയേലും ദാവീദും എന്തെല്ലാം വലിയ വലിയ യോസേഫും എത്ര ദൈവത്തോട് വിശ്വസ്തരായിരുന്ന ദൈവത്തിന്റെ വലിയ ദൈവത്തിന്റെ മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും ഇല്ലാത്തൊരു ഭാഗ്യ പദവി ഈ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനും ദൈവം തരുന്നു. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവന് അതുവരെ ഉള്ളവർ മനുഷ്യരിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിലെ ഏറ്റവും വലിയവനായ യോഹന്നാനെക്കാട്ടിലും വലിയവനാണെന്നൊക്കെ മത്തായി 11:11 കർത്താവ് പറയുന്ന കാര്യം നമുക്കറിയാം. ഇവിടെ മെൽക്കിസദേക്ക് ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മെൽക്കിസദേക്ക് എന്നാണ് നമ്മളവിടെ മെൽക്കിസദേക്കിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവനെ കുറിച്ച് പറയുമ്പോൾ ഒരു 3-ാമത്തെ വാക്യത്തിൽ അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അതായത് എബ്രായർ 7-ന്റെ 3-ാമത്തെ വാക്യം. അപ്പൊ അതായത് അവിടെ പിതാവില്ല മാതാവില്ല എന്ന് പറയുമ്പം പിതാവും മാതാവും ഇല്ലായിരുന്നു എന്നർത്ഥത്തിലും എടുക്കാം. അത് ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് നമുക്ക് അവിടെ മെൽക്കിസദേക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നു, പെട്ടെന്നൊന്ന് കാണുന്നു, പിന്നെ അങ്ങ് മറഞ്ഞു പോകുന്നു. ആ ഒരു രീതിയിൽ ആ കാര്യങ്ങളെ കാണാം. പിന്നെ പിതാവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചുള്ള ഒരു മെൻഷൻ ഉൽപ്പത്തി പുസ്തകത്തിലില്ല. എന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകം മൊത്തം വംശാവലി, ഇന്നാരുടെ പിതാവ് ഇന്നാരുടെ മകൻ ഇന്നാരുടെ മകൻ ഇന്നാരുടെ മകൻ അപ്പൻ ഓരോ വംശാവലിയാൽ നിറയപ്പെട്ട ഒരു പുസ്തകമാണ് ജെനസിസ്. എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി, എല്ലാത്തിൻ്റെ ഉൽപ്പത്തി, ആദാം മുതലുള്ള എല്ലാം ആ ഒരു ഓരോ ജനവിഭാഗത്തിന്റെ ആ ഒരു ഉൽപ്പത്തിയുടെ കഥകൾ പറയുന്ന വംശാവലിയെ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു പുസ്തകത്തില്, മോശയിലൂടെ ദൈവം എഴുതിയ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ മെൽക്കിസദേക്കിനെ മാത്രം വംശാവലി ഒന്നും പറയുന്നില്ല എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമായിട്ട്, പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ടാണ് ഇവിടെ എബ്രായ ലേഖകൻ പറയുന്നത്. അതാ നമ്മൾ വായിക്കുന്നത്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ദൈവപുത്രന് തുല്യനായി എന്നുള്ള വാക്ക് മെയ്ഡ് ലൈക്ക് ദ സൺ ഓഫ് ഗോഡ് എന്നുള്ളൊരു വാക്കാണ്. അതായത് തുല്യനായി എന്നുള്ള വാക്ക് അഫോമയോ എന്ന് പറഞ്ഞൊരു പദമാണ് അവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത്. അഫോമയോ, തുല്യനായി എന്നുള്ള പദം. തുല്യനായി എന്നുള്ള ആ വാക്ക് ശരിക്കും അഫോമയോ എന്നുള്ളതിനെ ടു കോപ്പി, മോഡൽ,
അപ്പൊ ആ ഒരു കർത്താവിന്റെ ഒരു കോപ്പി, കർത്താവിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് പ്രതിരൂപമായി എന്നൊക്കെ നമുക്ക് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഇപ്പം അഫോമയോ എന്നുള്ള വാക്കൊക്കെ ഒരു ഉട്കാവർ ഉട്കാവർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ മരമൊക്കെ മരപ്പണിക്കാരൻ ഒരു പീസ് ഓഫ് വുഡ് ഏതിനെങ്കിലും പോലെ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അങ്ങനെ ഒരു മോഡൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, മോഡൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു മോഡൽ, ഒരു കോപ്പി എന്നുള്ള അർത്ഥം ആ ഒരു ദൈവപുത്രന്റെ ഒരു കോപ്പി ആയിട്ട്, ഒരു പ്രതിരൂപമായിട്ട്, ഒരു ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ആയിട്ട്. ഇപ്പം എബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പം ഉൽപ്പത്തി 22 എബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് പിതാവായ ദൈവം പുത്രനായ യേശുവിനെ യാഗം കഴിക്കുന്നതിന്റെ ഒരു പ്രതിരൂപമായിരുന്നു നമ്മൾ പറയുന്നത് പോലെ, മെൽക്കിസദേക്ക് യേശുവിന്റെ ഒരു പ്രതിരൂപമായിട്ട് അവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലും നമ്മൾ ആ പോർഷൻ എടുത്ത് പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തില് മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നത് എന്താ, അവന് രാജാവായിരുന്നു, പുരോഹിതനുമായിരുന്നു എന്നുള്ള കാര്യം അവിടെയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ എബ്രായ ലേഖനം വെറുതെ അങ്ങ് എഴുതി വെച്ചേക്കുമല്ല, അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അദ്ദേഹം പരിശുദ്ധാത്മാവിലൂടെ എബ്രായ ലേഖകൻ ആരാണെന്ന് അവിടെ നമുക്ക് എബ്രായ ലേഖനം ആരാ എഴുതിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വചനത്തിൽ അത്ര വ്യക്തതയില്ല. ഒരുപക്ഷെ പൗലോസ് ആയിരിക്കാം, ഒരുപക്ഷെ വേറെ ബർണബാസോ അതുപോലെ വേറെ ഏതെങ്കിലും ദൈവമനുഷ്യനായിരിക്കാം. ഏതായാലും പരിശുദ്ധാത്മാവ് എഴുതിയ എബ്രായ ലേഖനത്തിൽ നമ്മളത് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിലാണ് ഈ മെൽക്കിസദേക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അപ്രത്യക്ഷനാവുന്നത്. അപ്പം ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിന് 18 വാക്യത്തില ഈ മെൽക്കിസദേക്കിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്ന. മെൽക്കിസദേക്ക് എന്നുള്ള വാക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു 18 മുതൽ 24 വരെയുള്ള ആ വാക്യം, ഈ പോർഷനിൽ മാത്രമേ ഈ മെൽക്കിസദേക്കിനെ കുറിച്ചുള്ള പ്രതിപാദനം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കണം. അപ്പം അത് ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലുള്ളൂ. പിന്നെ നമ്മൾ വായിക്കുന്നത് ഇപ്പൊ ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം. പിന്നെ സങ്കീർത്തനത്തിൽ മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള പുരോഹിതനാണ് ഈ മെസ്സിഹ എന്ന് പറയുന്നുണ്ട്. അത് കോട്ട് ചെയ്തുകൊണ്ട് അത് സങ്കീർത്തനത്തിൽ എവിടാന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു. എവിടാ? 110 സങ്കീർത്തനം, 110 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തില് യു ആർ എ പ്രീസ്റ്റ് ഫോർ എവർ അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക് എന്നുള്ളൊരു പദപ്രയോഗം പിന്നെ സങ്കീർത്തനത്തിലാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എബ്രായ ലേഖനത്തിൽ പലതവണ നമ്മൾ ആ പ്രയോഗമൊക്കെ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഞാനത് വീണ്ടും എടുക്കുന്നില്ല. അപ്പം നമ്മളിവിടെ ഉൽപ്പത്തി 14:18 ഞാൻ വായിക്കുക. ശാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ അപ്പവും വീഞ്ഞും, കർത്താവും അപ്പവും വീഞ്ഞും ആണ് കർത്താവ് തന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അത് ചെയ്യുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് പകുത്തു കൊടുക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ ശാലേം രാജാവായിരുന്നു, പുരോഹിതനുമായിരുന്നു. അത് നമ്മളിപ്പം ഇവിടെ എബ്രായ 7 1 ഭാഗത്തിൽ ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മെൽക്കിസദേക്ക് എന്നുള്ളൊരു പ്രയോഗം നമ്മളവിടെ എബ്രായ ലേഖനം 7 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നമ്മൾ വായിച്ചേ. അപ്പൊ അങ്ങനെ മെൽക്കിസദേക്കിനെ അങ്ങനെ ആ ഒരു യേശുവിന്റെ പ്രതിരൂപമായിട്ട് നമ്മൾ അവിടെ കാണുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ രാജാക്കന്മാര്, ശൗല രാജാവ്, പിന്നെ ദാവീദ് രാജാവ്, അങ്ങനെ രാജാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? ലേവ്യ പുരോഹിത വർഗം, അതായത് എബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനായ ലേവി. 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമായിരുന്നു ലേവി ഗോത്രം. ആ ലേവി അവര് ഇസ്രായേൽ പാളയം മലീമസമായപ്പോൾ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി അവര് വിഗ്രഹാരാധനയിലേക്ക് പോയപ്പം മോശ ആര് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ ലേവിയുടെ എല്ലാ പുത്രന്മാരും, ഓൾ ദ സൺസ് ഓഫ് ലേവി, അപ്പൊ ആ ലേവിയുടെ വളർത്തു ഗുണമെന്ന് പറയാം. അതുപോലെ അവർ ദൈവത്തിന് വേണ്ടി ഒരു നിലപാട് എടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കാതെ അവര് കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുത്തു. ഇന്നും യേശുവിന് വേണ്ടി, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുമ്പോൾ ഇവരെന്ത് വിചാരിക്കും എന്നും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മള് ലോകത്തോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യത്തേ ഉള്ളൂ, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യത്തേ ഉള്ളൂ. എന്നാൽ പുറപ്പാട് 32:26 കഴിഞ്ഞ ആഴ്ചയും ഞാൻ എടുത്ത വാക്യം, അതുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്ന് റെഫറൻസ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം എക്സോഡസ് 32:26 മോശ പാളയത്തിന്റെ വാതിലിൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യർ എല്ലാവരും, ഓൾ ദ സൺസ് ഓഫ് ലേവി ഗ്യാദർ ടുഗദർ. അപ്പൊ ആ ലേവിയുടെ പുത്രന്മാർക്കാണ് പിന്നെ പൗരോഹിത്യം എന്നുള്ള വലിയൊരു ശ്രേഷ്ഠ പദവി കൊടുത്തത്. അപ്പൊ രാജാക്കന്മാർ അന്നുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ ജോലി ചെയ്യും. അവര് ജനക്ഷേമപരമായിട്ടുള്ള ഭരണ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കും. അവര് ജനത്തിന് വേണ്ടുന്ന നീതിയും ന്യായവും ഒക്കെ നടത്തി കൊടുക്കും.
ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങളും പല അധികാരത്തോടെയുള്ള പല തീരുമാനങ്ങളും ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ശത്രു രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധവും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ രാജാക്കന്മാര് നേതൃത്വം നൽകുമ്പം ആത്മീയ ശുശ്രൂഷ എല്ലാം പുരോഹിതന്മാര് നേതൃത്വം നൽകുന്നു. അപ്പൊ ഈ രാജാക്കന്മാരിൽ ഒരാള് ഞാൻ രാജാവല്ലേ, ഞാൻ എല്ലാവരുടെയും മേധയല്ലേ, അതുകൊണ്ട് ഞാൻ പുരോഹിതനെ അങ്ങ് ആയിക്കോളാം എന്ന് വിചാരിച്ച ദൈവത്തിന്റെ വലിയ ന്യായവിധി രണ്ടുപേരുടെ മേലെ അങ്ങനെ പഴയ നിയമത്തിൽ വന്നിട്ടുള്ളതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഒന്ന് 2 ദിനവൃത്താന്തം 2 ക്രോണിക്കിൾസ്, അതായത് 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 26 അധ്യായത്തിൽ ഒരു ഉസിയ രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉസിയ രാജാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണും, യെശയ്യാവ് 6 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് ഈ ഉസിയ രാജാവിന്റെ മരണത്തിലാണ് മരിച്ച ഉസിയ രാജാവ് മരിച്ച ആ ആണ്ടിലാണ് യെശയ്യാവ് ഒരു ദർശനം കാണുന്നത് നമ്മൾ വായിക്കുന്നത്. ഞാൻ 2 ദിനവൃത്താന്തം 26 പോകുന്നതിന് മുമ്പായിട്ട് ആ യെശയ്യാവ് 6 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ, അതായത് ട്രെയിൻ ഓഫ് ദ റോബ്, ആ വിളുമ്പുകൾ, ആ ഒരു വസ്ത്രത്തിന്റെ ആ മടക്കുകളൊക്കെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ വലിയ ഒരു ദർശനം ലഭിക്കുന്നു. സെറാഫുകളെ കുറിച്ച്, സെറാഫുകൾ 2 ചിറകുകളുണ്ട്, അവര് മുഖം മറച്ചു, 2 ചിറകുകളുണ്ട്. 2-ാമത്തെ വാക്യം 2 ചിറകുകളുണ്ട്, അവര് കാല് മറച്ചു, 2 ചിറകുകളുണ്ട്, അവര് പറന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ ആ സെറാഫുകൾ അങ്ങനെ അത്രമാത്രം തങ്ങളെ മറച്ച് ദൈവത്തെ ആരാധിച്ച് ശുശ്രൂഷ ചെയ്ത കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണോ കഴിഞ്ഞ ദിവസം നമ്മൾ ആ റെഫറൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. യെശയ്യാവ് 6:2. യെശയ്യാവ് 6:1 ഉസിയ രാജാവ് മരിച്ച ആണ്ടില്ല യെശയ്യാവിന് ഈ ഒരു ദർശനം ഉണ്ടായി. ഉസിയ രാജാവിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ യെശയ്യാവ് എഴുതി വെച്ചിരിക്കുന്നുവെന്ന് ഇതേ ഇപ്പൊ ഞാൻ 2 ദിനവൃത്താന്തം പറഞ്ഞല്ലോ, 2 ദിനവൃത്താന്തത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ 2 ദിനവൃത്താന്തം 26 അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഉസിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യവസാനം, അതായത് 2 ദിനവൃത്താന്തം 2 ക്രോണിക്കിൾസ് 26 അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ഉസിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യവസാനം ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അപ്പൊ യെശയ്യാ പ്രവാചകന് ഉസിയ രാജാവിന്റെ പല കാര്യങ്ങളും ഒക്കെ അവന്റെ വലിയ വൃത്താന്തങ്ങള് വാർത്തകളും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു നമ്മളവിടെ വായിക്കുന്നു. ഉസിയ രാജാവിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഉസിയ രാജാവ് നല്ലൊരു രാജാവായിട്ടാണ് തുടങ്ങിയത്. അവന് ജനക്ഷേമപരമായിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം കൂടെ വായിക്കാൻ തുടങ്ങി. ഇന്ന് ഇപ്പൊ അതിന് സമയം തികയത്തില്ല. നമ്മൾ 2 ദിനവൃത്താന്തം 26 അധ്യായം ഒന്ന് ഓടിച്ച് വായിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പം 7-ാമത്തെ വാക്യം സാമ്പിളായിട്ട് ഞാൻ വായിക്കുക. ഇപ്പൊ ഈ ചില തണ്ണിമത്തൻ വിൽക്കുന്നിടത്ത് പോയാല് സാമ്പിൾ കഴിച്ചു നോക്ക് സാർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സാമ്പിൾ ആയിട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വൃത്തിയില്ലാത്ത ആ സാമ്പിൾ കഴിച്ചു നോക്കരുത്. ഞാൻ വെച്ചാൽ സാമ്പിൾ കാണുമ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന തണ്ണിമത്തൻ എല്ലാം നല്ല നല്ല ചവ എന്നുള്ള തണ്ണിമത്തനാണെന്ന് നമുക്ക് മനസ്സിലാവുക എന്നുള്ള വിചാരിച്ച് അവർ സാമ്പിൾ വെക്കുന്നത് പറഞ്ഞതുപോലെ ഇവിടെ അപ്പിറ്റൈസർ ആയിട്ട് ഞാനൊരു സാമ്പിൾ തരുക. എന്താ 2 ദിനവൃത്താന്തം 26 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ദൈവം ഫിലിസ്തീർക്കും ഗുർബാലിൽ പാർത്ത അരാബ്യർക്കും എന്ന് പറഞ്ഞാൽ അറബികൾക്കും യമൂന്യർക്കും വിരോധമായി അവനെ സഹായിച്ചു. അമോന്യര് ഉസിയാവിനെ കാഴ്ച കൊണ്ടുവന്നു. 8-ാമത്തെ വാക്യം. അങ്ങനെ വലിയ പ്രബലനായ ഒരു രാജാവായിരുന്നു അവൻ. ദൈവത്തിന്റെ സന്നിധിയില് തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ, 4-ാമത്തെ വാക്യം, അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. വളരെ താഴ്മയിലും ദൈവഭയത്തിലും ഒക്കെ തുടങ്ങിയ ഒരു രാജാവ്. അപ്പം ഈ രാജാവും പുരോഹിതനുമായിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു സ്ഥാനമാണെന്നുള്ള കാര്യം ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പുതിയ നിയമ വിശ്വാസികൾക്ക് നമ്മളുടെ വലിപ്പം അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അയ്യോ എന്നെ ദൈവം കൈവിട്ടോ, ദൈവം എന്നെ പാപം ക്ഷമിച്ച്, ഞാൻ എന്നെ കൊള്ളാവോ, എന്നെ ആർക്കും വേണ്ടായോ എന്നൊക്കെ പറഞ്ഞ വലിയൊരു സ്വയ സഹതാപത്തിലും വല്ലാത്ത പലതരത്തിലുള്ള കുറ്റബോധത്തിലും ഒക്കെ നമ്മൾ അടിപ്പെടുന്നതിന്റെ കാരണം നമ്മളുടെ വലിയ പദവി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ പദവിയെ കുറിച്ചൊന്നും നമുക്കൊരു ക്ലൂ ഇല്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല. ആനയ്ക്ക് വലിയ ശരീരം, പക്ഷെ 2 സൈഡിൽ ചെറിയ കണ്ണാ ഉള്ളത്. അപ്പൊ ആനയുടെ വലിപ്പം ആനയ്ക്ക് തന്നെ അറിയത്തില്ലെന്ന് പറയുന്നത് പോലെ നമ്മളുടെ വലിപ്പം, അത് നമ്മളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വയത്തിലുള്ള വലിപ്പമല്ല, നമ്മുടെ സ്വയത്തിൽ നമ്മളൊരു വട്ടപൂജ്യമാകണം. അപ്പോ ആത്മീയമായിട്ട് ദൈവം നമ്മളെ എത്രയധികം വിലമതിക്കുന്നു, നമ്മൾ എത്രമാത്രം കർത്താവിന്റെ കണ്ണിലെ കൺമണിയാണെന്ന് തന്നെ നമ്മൾ സെഖര്യാവ് 2-ാം അധ്യായത്തിന്റെ 5-8 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യു ആർ ദ ആപ്പിൾ ഓഫ് മൈ ഐ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഉസിയാവ് നല്ലൊരു രാജാവായിരുന്നു. എന്നാൽ അവന് പറ്റിയ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ അവന് പിന്നെ നമ്മൾ പല കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അവന് വലിയ ടവേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്തു. വലിയ അതിന്റെ 9-ാമത്തെ വാക്യത്തിലെ ഗോപുരങ്ങൾ പണിത് ഉറപ്പിച്ചു. പിന്നെ സൈന്യങ്ങളെയൊക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ ആധുനികവൽക്കരിച്ച് സൈന്യതലത്തെയൊക്കെ വളരെ ടിപ് ടോപ്പായിട്ട് നിർത്തി.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വായിക്കുന്നുണ്ട്. എന്നാ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ 16-ാമത്തെ വാക്യം വന്നപ്പോഴത്തേക്കും അതായത് 2 ദിനവൃത്താന്തം 26-ന്റെ 16-ാമത്തെ വാക്യം വന്നപ്പോഴത്തേക്ക് എന്നാൽ അവൻ ബലവാനായപ്പോ എന്താ പറ്റിയത്? അവൻ നിഗളിച്ചു പോയി. ഞാൻ അമ്പടെ ഞാനേന്ന് തോന്നിപ്പോയി. അപ്പൊ എന്ത് പറ്റി? അവന്റെ ഹൃദയം നാശത്തിനായി നിഗളിച്ചു. അവൻ തന്നെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നിരുന്നു. ഞാൻ വലിയ രാജാവായി, എനിക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോ ഈ പുരോഹിതന്മാര് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയല്ലേ, രൂപം കാട്ടുന്ന കാര്യം, അതൊക്കെ ഏതാണ്ട് വലിയ കാര്യമാണ്. ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രാജാവ്, അതുകൊണ്ട് ഞാൻ ചെന്ന് രൂപം കൂടെ കാട്ടിക്കളയാന്നും പറഞ്ഞ് അവൻ ചെന്ന് ആലയത്തിൽ ചെന്ന് രൂപമൊക്കെ കാട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശരിയാ പുരോഹിതനും അവനോടുകൂടി ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും കണ്ടത് എന്താ? 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തില് അതിന് 16-ാമത്തെ വാക്യം ആയപ്പോഴത്തേക്കും ഉസിയാവ് എന്ത് വിചാരിച്ചു? തനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നു, താൻ വലിയ രാജാവാണ്, തന്നെ ആൾക്കാർ ഇത്രയും ബഹുമാനിക്കുന്നു, അപ്പോ എനിക്കിനി എന്താ എന്റെ കൈയെത്താൻ പറ്റാത്ത ഒരിടവുമില്ല, ഞാൻ വലിയ രാജാവ്, അതുകൊണ്ട് ഞാൻ അങ്ങ് പുരോഹിതന്റെ സ്ഥാനവും കൂടെ അങ്ങ് ഏറ്റെടുത്തേക്കാം എന്ന് പറഞ്ഞ് അവന് 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ എന്താ വായിച്ചേ? എന്നാൽ അവൻ ബലവാനായപ്പോൾ, അത് നമുക്ക് എല്ലാവർക്കും എത്ര വലിയൊരു മുന്നറിയിപ്പും കൂടാ. നമ്മളെ ലോകപ്രകാരവും അല്ലെങ്കിൽ ഇവൻ ആത്മീയമായിട്ട് തന്നെ ഒക്കെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. നമുക്ക് വലിയ ശുശ്രൂഷ, വലിയൊരു അംഗീകാരം, വലിയ ബഹുമാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമുക്ക് പല കാര്യങ്ങളിലൊക്കെ വളരെ വിജയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അപ്പം അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്, അപ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം വട്ടപൂജ്യമായിട്ട് കർത്താവിന്റെ കാലത്തിൽ കുറച്ചുകൂടെ പറ്റിച്ചേർന്നിരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഉസിയ ചെയ്തതുപോലെ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവന്റെ ബൗണ്ടറി അവൻ ക്രോസ് ചെയ്തു. എന്നുവെച്ചാൽ അവന്റെ രാജാവ് എന്നുള്ളൊരു ബൗണ്ടറി ഉണ്ടായിരുന്നു, അത് ക്രോസ് ചെയ്ത് പുരോഹിതന്റെ കാര്യം കൂടെ, പുരോഹിതന്റെ വേലയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അസര്യ പുരോഹിതനും അവനോടുകൂടി ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്നു. 17-ാമത്തെ വാക്യം. അപ്പോ അവര് ഉസിയാവിനോട് എതിർത്ത് നിന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അത് ധൂപം കാട്ടുവാൻ ഇത് പുരോഹിതന്മാർക്കുള്ളതാണെന്നൊക്കെയുള്ള കാര്യം അവർ പറയുക. അപ്പോ എന്താ, ഉസിയാവിന് വലിയ ദേഷ്യം വന്നു. 19-ാമത്തെ വാക്യം. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകെ അവന്റെ നെറ്റിമേല് കുഷ്ഠം പൊങ്ങി. മഹാപുരോഹിതനായ അസര്യാവ് സകല പുരോഹിതന്മാർ അവനെ നോക്കി, അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചത് കൊണ്ട് അവൻ തന്നെയും പുറത്തു പോകാൻ ബന്ധപ്പെട്ടു. അവൻ തന്നെ ആൾക്കാടെ നാണക്കേടായി പോയി. അത് കഴിഞ്ഞിട്ട് അന്ന് കുഷ്ഠം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു ശാപം എന്ന വണ്ണം, ഒരു പാപത്തിന്റെ ഒരു പ്രതീകം എന്ന വണ്ണം അന്ന് കുഷ്ഠരോഗികള്, കുഷ്ഠം പിടിച്ചവര് അന്ന് പാളയത്തിന് പുറത്തായിരുന്നു. അപ്പം അവനെ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട്, അവൻ ആലയത്തിന് പുറത്തോട്ട് പോകുന്നതായിട്ടും, പിന്നീട് അവനൊരു സെപ്പറേറ്റ് ഹൗസിലും 21-ാമത്തെ വാക്യം. അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. അവന്റെ മകനായ യോഥാം രാജധാനിക്ക് മേൽവിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു. അങ്ങനെ പിന്നെ ഉസിയാവ് മരിച്ചു. അങ്ങനെ ആ ഉസിയാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് വലിയൊരു ദർശനം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഉസിയാവിന്റെ ജീവിതത്തിൽ നിന്ന് യെശയ്യാവും വലിയൊരു പാഠം പഠിച്ചു കാണും. ഇത്ര വലിയ പ്രബലനായ ഒരു രാജാവിനും ദൈവത്തിന്റെ ന്യായവിധി വന്ന് അവന് ഒരു കുഷ്ഠരോഗിയായിട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് എല്ലാവരാലും വേർതിരിക്കപ്പെട്ട് അവൻ മരിക്കേണ്ടി വന്നു എന്നുള്ളൊരു കാര്യവും, അപ്പോ ആ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ചൊരു അവബോധവും വെളിപ്പാടും അതെല്ലാം വലിയൊരു ദർശനമായിട്ട് ഉസിയാവ് മരിച്ച ആണ്ടില് ഒരു ദർശനം കണ്ട കാര്യം നമ്മൾ യെശയ്യാവ് 6:1 ഇപ്പം യെശയ്യാവ് 6:1 നമ്മൾ വായിച്ചു. ഈവൻ യെശയ്യാവ് 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിലും യെശയ്യാവിന്റെ കാലം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ബൈബിളിലെ ഇതൊക്കെ വെറുതെ എന്തൊക്കെയാ കുറെ കാലവും കുറെ ഇന്നയാള് ഭരിച്ചപ്പോ ഇന്നയാള് ആയിരുന്നപ്പോ എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത് ഇതൊരു ബോറാന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം. നമ്മൾ വചനം കുറച്ച് ആഴത്തിൽ ആ വചനത്തിന്റെ മാധുര്യം രുചിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എത്ര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനത്തില് ഒരു വള്ളിയും പുള്ളിയും ഒന്നും മാറിപ്പോകത്തില്ല. അതെല്ലാം ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രമേ ദൈവം എഴുതി വെച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതാ നമുക്ക് പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് പലതും കത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്താ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. യെശയ്യാവ് 1:1 ആമോസിന്റെ മകനായ യെശയ്യാവ്, നമ്മളിപ്പം 2 ദിനവൃത്താന്തം 26-ന്റെ 22-ലും ആമോസിന്റെ മകനായ യെശയ്യാവ് നമ്മളിപ്പം വായിച്ചു. മകനായ യെശയ്യാ പ്രവാചകൻ. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം. ഉസിയാവിന്റെ മകനായ യോഥാം നമ്മളിപ്പം വായിച്ചു. ആഹാസ്, യെഹിസ്കീയാവ്,
അതായത് ഹെസക്കിയ, അതായത് യെഹിസ്കീയാവ് എന്നിവരുടെ കാലത്ത് യഹൂദിയെയും യെരൂശലേമിനെ പറ്റി ദർശിച്ച ദർശനം എന്ന് പറഞ്ഞ യെശയ്യാവ് 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. അപ്പം ഉസിയാവിന്റെ ഭരണകാലത്തും യെശയ്യാവിന്റെ പ്രവചനം ഉണ്ടായിരുന്നു. ആദ്യത്തെ 5 അധ്യായങ്ങൾ. പിന്നെ 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തില് ഉസിയാവ് മരിച്ച നാളില് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാകുന്നതും തന്റെ ഒന്നുമില്ലായ്മയെ കുറിച്ച് യെശയ്യാവ് ആ ദർശനത്തിൽ കാണുന്നത്, ഞാൻ അതിൽ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, അതിൽ ശുദ്ധിയില്ലാത്ത ഒരു ജനത്തിന് ഉണ്ടെങ്കിൽ കഴിയുന്നു എന്നുള്ള ഒരു കാര്യവും, അങ്ങനെ അവന് ദൈവം ഒരു പുതിയൊരു അതിലൊരു 5 അധ്യായങ്ങൾ പ്രവചിച്ചതിലും മേൽത്തരമായ പല പല കാര്യങ്ങളും ദർശനങ്ങളും, അങ്ങനെ ഈ യെശയ്യാവാണ് പിന്നെ യേശുവിനെ കുറിച്ച് പ്രവചിക്കുന്ന വലിയൊരു പഴയ നിയമത്തിലെ ഒരു മേജർ പ്രോഫറ്റ് ആരാന്ന് ചോദിച്ചാൽ ഈ യെശയ്യാവാണ്. യെശയ്യാവിന്റെ പ്രവചനം ആ പ്രവചനം വായിക്കുമ്പോൾ, ആ യെശയ്യാവ് 53 വായിക്കുമ്പോൾ ഇതിപ്പോ യേശുവിന്റെ ക്രൂശീകരണം കണ്ടിട്ട് ഒരാൾ എഴുതി വെച്ചേക്കുന്നതാണോ എന്ന് തോന്നത്തക്ക വണ്ണം യേശു വരുന്നതിനും യേശു ജനിക്കുന്നതിനും ഭൂമിയിലെ മനുഷ്യനായിട്ട് ജനിക്കുന്നതിനും 700ഓളം വർഷങ്ങൾക്ക് മുമ്പേ BC 740 മുതൽ 680 കാലഘട്ടത്തിൽ, അതായത് 700ഓളം വർഷങ്ങൾ യേശു വരുന്നതിന് മുമ്പായിട്ട് യെശയ്യാവ് പ്രവചിച്ച്. അപ്പൊ ആ യെശയ്യാവിന് അത്രയധികം ദൈവം ദർശനം കൊടുക്കാൻ തക്കവണ്ണം, അത്രയധികം താഴ്മയുള്ള ഒരു മനുഷ്യനാകാൻ തക്കവണ്ണം ഉസിയ രാജാവിന്റെ ജീവിതത്തിൽ നിന്ന് അവന് ഒരു പാഠം പഠിച്ചു. യെശയ്യാവിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ അവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം, അവർക്ക് കഷ്ടം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സൈക്കിളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. യെശയ്യാവ് 5-ാം അധ്യായം വായിച്ചു നോക്കിയാൽ ഇന്നവർക്ക് കഷ്ടം, ഇന്നവർക്ക് കഷ്ടം എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസോടൊന്നും പോകില്ല. യെശയ്യാവ് 5-ാം അധ്യായത്തിൽ നിന്ന് അവസാനം ദൈവത്തിന് ദർശനം കിട്ടുമ്പോൾ വോയിസ് മീ, എനിക്ക് കഷ്ടം എന്ന് പറഞ്ഞു. ബാക്കി മറ്റേതെല്ലാം യെശയ്യാവ് അത് തെറ്റൊന്നുമല്ല പറഞ്ഞ, യെശയ്യാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. ദൈവാത്മാവിനെ തന്നെ പ്രവചിച്ചത്. അതുകൊണ്ട് യെശയ്യാവ് അത് ദൈവാത്മാവിന് എഴുതപ്പെട്ട 5-ാം അധ്യായം അവിടെ ഇന്ന ആൾക്ക് കഷ്ടം, അതായത് അതിന്റെ 8-ാമത്തെ വാക്യം യെശയ്യാവ് 5:8 തങ്ങൾ മാത്രം ദേശമധ്യ പാർക്കത്തക്ക വണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് ഹാ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് പിന്നെ 11-ാമത്തെ വാക്യത്തിൽ അയ്യോ കഷ്ടം, പിന്നെ താഴോട്ട് വരുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിലും എല്ലാം അയ്യോ കഷ്ടം എന്നെല്ലാം പറഞ്ഞിട്ട് വോറ്റ് ദോസ്. പിന്നെ അവസാനം യെശയ്യാവ് 6-ാമത്തെ വാക്യം 6-5 വരുമ്പോൾ വോറ്റ് മീ, വോയിസ് മീ, എനിക്ക് കഷ്ടം കർത്താവേ, ഞാനാണ് ഏറ്റവും കർത്താവേ അതിർശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഞാനാണ്, ഐ എം റൂയിൻഡ്. അതാ യെശയ്യാവ് 6-5 എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പുരോഹിതന് രാജാവുമായിട്ട് ഒരാള് പഴയ നിയമത്തില് നമ്മള് മെൽക്കിസദേക്കിന്റെ ഒരു പ്രതിരൂപം കാണുന്നത് ഒഴിച്ചാൽ വേറെ ആരെയും നമ്മൾ കാണുന്നില്ല. യേശുവാണ് ആദ്യമായിട്ട് കർത്താവ്, രാജാവും പുരോഹിതനുമായിട്ടുള്ള ഒരുവൻ കർത്താവാണ് മഹാപുരോഹിതനായിട്ടുള്ള മെൽക്കിസദേക്ക് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ, രാജാവായിട്ടുള്ള കർത്താവ്. ആ കർത്താവിന്റെ അനിയന്മാരും അനിയത്തിമാരായിട്ടുള്ള നമുക്കും നമ്മളൊരു രാജകീയ പുരോഹിത വർഗമാണ്. അപ്പൊ നമ്മള് രാജാക്കന്മാരായിട്ടും പുരോഹിതന്മാരുമായിട്ടും വാഴുമെന്ന നമ്മളത് വെളിപ്പാട് 20-4-6 വാക്യങ്ങളിൽ മാത്രമല്ല, നമ്മളത് വേറെ 2 റെഫറൻസ് നമ്മൾ കണ്ടായിരുന്നു. എവിടെയൊക്കെയാ? ഇതേ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിലും 5-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ പലതവണ റെഫറൻസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1-6, 5-10 അവിടെയും രാജാക്കന്മാരും പുരോഹിതന്മാരും. അപ്പൊ അത് ഞാൻ ഈ പറയുമ്പോഴൊക്കെ അത് എത്ര വലിയൊരു ഭാഗ്യപദവിയാണെന്ന്, അയ്യോ ദൈവമേ, എന്നെ ഇത്ര വലിയൊരു പദവിയിലേക്ക് അവിടുന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ആ പദവിക്ക് ഒത്തവണ്ണം ഉയരുന്നവരാണ് അന്ന് കർത്താവിന്റെ കൂടെ വാഴുന്നവർ. ഇന്ന് ദൈവം നമുക്ക് ആ പദവിയൊക്കെ തന്നെ വിളിച്ചേക്കുക. പക്ഷെ നമ്മൾ ആ ആത്മാവിന്റെ തലത്തിൽ നമുക്ക് ദൈവം തന്ന വെളിച്ചത്തിന് ഒത്തവണ്ണം നമ്മൾ വാഴുന്നവരല്ലെങ്കിൽ, ജഡത്തിന്റെ മീതെ, ലോകത്തിന്റെ മീതെ, സാത്താന്റെ മീതെയൊക്കെ നമ്മൾ വാഴുന്നവരല്ലെങ്കിൽ അന്നും നമ്മൾ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരായിട്ട് ഒരു മിനിമം അജണ്ടയിൽ എവിടെയെങ്കിലും ദൈവരാജ്യത്തെ കാണപ്പെടുത്തേ ഉള്ളൂ. വിശ്വാസത്തിൽ നിലനിന്ന, വിശ്വാസത്തിൽ വീണുപോയാൽ പിന്നെ നരകത്തിലേക്കായിരിക്കും, തീപ്പൊയ്കയിലോട്ടായിരിക്കും നമ്മുടെ സ്ഥാനമുള്ളത്. പക്ഷെ എന്നാൽ ദൈവം നമുക്ക് എത്ര വലിയൊരു ഭാഗ്യവതി, ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ അവഗണിച്ചാൽ എത്ര വലിയ ശിക്ഷാവിധി എങ്ങനെ തെറ്റി ഒഴിയുമെന്നൊക്കെ നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നത്. ഇത്ര വലിയ രക്ഷ, വാട്ട് എ ഗ്രേറ്റ് സാൽവേഷൻ. പിന്നെ നമ്മള് രാജാവായിരിക്കെ പുരോഹിതനാകാൻ നോക്കിയ വേറൊരാളെ ഉസിയാവിനെ കുറിച്ച് നമ്മളിപ്പോ 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ കണ്ടു. പിന്നെ നമ്മളുടെ ശൗൽ രാജാവ് ആരാ? ദാവീദിന് മുമ്പ് രാജാവായിരുന്നു. ദാവീദിനെ കൊല്ലാനായിട്ട് നടന്ന ശൗൽ രാജാവിനെ കുറിച്ച് നിങ്ങൾ സൺഡേ സ്കൂൾ പിള്ളേർക്ക് വരെ അറിയാം. എവിടെ? 1 ശമൂവേൽ 13-ാം അധ്യായത്തില് അത് ശൗലിന്റെ ആ ഒരു ആരഗൻസിനെ കുറിച്ച്, അവന്റെ ഒരു ധാർഷ്ട്യത്തെ കുറിച്ച്, നിഗളത്തെ കുറിച്ച് നമ്മൾ വായിക്കും. നമ്മൾ അവിടെ വായിക്കുമ്പോൾ ശൗൽ ഒരു ചെറിയൊരു അവന് ശമൂവേൽ വരാൻ താമസിച്ചപ്പോ അവിടെ 1 ശമൂവേൽ 13-ാം അധ്യായം, ഞാൻ അതിന്റെ എല്ലാ വിശദീകരണമൊന്നും പറയാൻ പോകുന്നില്ല സമയത്തിന്റെ പരിമിതി നിമിത്തം. 1 ശമൂവേൽ 13 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു യാഗം കഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം അങ്ങനെ ചെതറി പോവുകയാണ്. ജനം അവനെ വിട്ട് ചെതറിപ്പോയി. 8-ാമത്തെ വാക്യം 1 ശമൂവേൽ 13-ാം അധ്യായം.
അപ്പോ ഹോമയാഗം കഴിക്കാൻ സമയമായി, ശമൂവേല് പറഞ്ഞ സമയത്ത് വന്നില്ല. അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് തോന്നും, ഓ ഇത് ശമൂവേല് പറഞ്ഞ സമയത്ത് വന്നില്ല, ശമൂവേല് ഒരു ചെറിയ ശമൂല ആ ഒരു കാര്യമൊക്കെ ചെയ്തു, അതിനിപ്പോ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യം എന്താ ദൈവമേ എന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ചിലപ്പോൾ ദൈവത്തെ ഉപദേശിക്കാൻ തോന്നും നമുക്ക് നമ്മളുടെ മണ്ടത്തരത്തിൽ. എന്നാൽ ശൗലിന്റെ എത്രമാത്രം എത്രമാത്രം നിഗളിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് പിന്നീട് അത് വ്യക്തമാവുന്നുണ്ട്. ശൗലിന്റെ ഹൃദയം നിഗളിച്ചത് കൊണ്ടാണ് അവന് ഇപ്പൊ, അതായത് എന്താണ് പറയുന്നത്, ഒരു നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഒരു മെഡിക്കൽ സയൻസിന് ഒന്നും അറിയാത്ത ഒരാള് പെട്ടെന്ന് തന്നെ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, യൂട്യൂബിൽ നോക്കി ഒരാളെ സ്വയം ശസ്ത്രക്രിയ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആശുപത്രി ICU-ലായി എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ നോക്കി ചിലർ പ്രസവം എടുക്കുന്നു, യൂട്യൂബിൽ നോക്കി, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന്റെ ABCD അറിഞ്ഞുകൂടാത്തവര് യുനോ ഇപ്പൊ ഒരാള് ഹൃദയത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, എന്നാൽ ഡോക്ടർ അല്ലാത്ത ഒരാൾ എന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാര്യങ്ങൾ കുളവാക്കുന്നു പറഞ്ഞതുപോലെ, അങ്ങനെ ഒരാൾ, സാധാരണ ഒരു ബോധമുള്ള ഒരാൾ അങ്ങനെ തുനിയത്ത് പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ, രാജാവ് ഒരു പദവി, എന്നാൽ പുരോഹിതന്റെ ഒരു വേറൊരു ശുശ്രൂഷ, അത് വേറൊരു ബൗണ്ടറി, അത് കിടക്കുന്നത് അവരുടെ ആ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും നിമിത്തമാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ശൗലിന്റെ കാര്യത്തിൽ നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം ശൗലിന്റെ വലിയൊരു ദാവീദിന്റെ പാപം നമ്മൾ നോക്കുമ്പോൾ, ബത്ശേബയുമായിട്ടുള്ള പാപം ഒക്കെ വലിയ പാപം, ശരിയാ, അത് വലിയ പാപം തന്നെ. പക്ഷെ എങ്കിലും ദാവീദിന്റെ മാനസാന്തരവും നമ്മളവിടെ ആഴത്തുള്ള മാനസാന്തരവും കാണുന്നുണ്ട്. എന്താ ശൗലിന്റെ ഇക്കാര്യത്തിൽ ശൗല് യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരം ഒന്നുമില്ല. ആൾക്കാരുടെ മുമ്പാകെ എന്നെ മാനിക്കണേ എന്നൊക്കെ പറഞ്ഞ് 1 ശമൂവേൽ 15 വായിക്കുന്ന ആ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെടരുത്, ഞാൻ എന്നോട് ക്ഷമിച്ചേക്കണം എന്നൊക്കെ ഒരു ഉപരിപ്ലവമായ ഒരു മാനസാന്തരമാണ് ശൗലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അപ്പം എന്നാൽ ശൗല് എന്താ, പ്ലീസ് ഓണർ മീ, ആ 1 ശമൂവേൽ 2 അധ്യായം ഒന്ന് അങ്ങോട്ട് മറിക്കുവാണെങ്കിൽ 1 ശമൂവേൽ 15:30 പറയുന്നത്, അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെയും ഉപ്പമാരുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടത് എന്നോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. ഞാൻ പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു, പക്ഷെ ഇവരുടെ മുമ്പാകെ നാണം കെടുത്തിയേക്കരുത് എന്ന് പറയുന്ന ഒരു ഉപരിപ്ലവമായ മനുഷ്യമാനം തേടുന്ന ഒരു കള്ള മനസാന്തരം, ഒരു വ്യാജ മനസാന്തരം മാത്രമേ ശൗലിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ശൗലിന്റെ മേലെ ദൈവത്തിന് ന്യായവിധി വരികയും അവനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുകയല്ല ചെയ്യുന്ന കാര്യം. അതിന് മുമ്പ് തന്നെ അതിന്റെ പ്രവചനം ഉണ്ടായിരുന്ന അവന്റെ ആ ഒരു ഹൃദയത്തിന്റെ അവസ്ഥ ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പൊ അതാ 1 ശമൂവേൽ 13 നമ്മളിപ്പം ആൾക്കാരൊക്കെ ചിതറിപ്പോകുന്ന കണ്ടു, ഹോമയാഗം അർപ്പിക്കാൻ സമയമായി. അപ്പൊ 9-ാമത്തെ വാക്യം എന്താ, 1 ശമൂവേൽ 13:9, ഹോമയാഗവും സമാധാനയാഗവും അവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരിഞ്ഞ് എന്ന് കൽപ്പിച്ചു. എന്റെ അടുക്കൽ കൊണ്ടുപോവാം, ഞാൻ ആരാ മോൻ, ഞാൻ തന്നെ ഹോമയാഗം അങ്ങ് അർപ്പിക്കാം. അങ്ങനെ അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. ജനം അപ്പം അതും എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു യെസ് സർ എന്താ ചെയ്തതെന്ന് ഒറ്റ വാക്യത്തിലൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. എന്ന് ശൗലിന്റെ ഒരു ഭയങ്കര എക്സ്പ്ലനേറ്ററി ആൻസർ ഒക്കെയാണ്, ഭയങ്കര ഒരു എസ്സേ ക്വസ്റ്റൻ ഒക്കെ ആൻസർ ചെയ്യുന്ന കാര്യമാണ് ശൗലിന്റെ വിശദീകരണം, ന്യായീകരണം. നമ്മള് കഴിഞ്ഞ കോട്ടയത്തെ മീറ്റിംഗിൽ വിക്ടർ ബ്രദർ പറഞ്ഞതുപോലെ, യാക്കോബിന്റെ അപ്പോളജി എന്ന് പറഞ്ഞതുപോലെ, വിശദീകരണം ന്യായീകരണം, ആ ഒരു മനസാന്തരം. അത് നമ്മളിവിടെ ശൗലിന്റെ കാര്യമായി. ഞാൻ എന്താ ചെയ്തതെന്ന് ശമൂവേലേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഇങ്ങനെ ചെയ്തു, ദൈവത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, ഇനി എന്താ പ്രായശ്ചിത്തം, എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നതിന് പകരം അവനെന്താ പറയുന്നത്, അവനങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതിനെ ശൗല്, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല, നീന്റെ കുഴപ്പമാ എന്നും, ഫിലിസ്തീർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട്, ഫിലിസ്തീർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും, ഞാൻ യഹോവയുടെ കൃപയ്ക്ക് അപേക്ഷിച്ചതുമല്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി. അവസാനം ഹോമയാഗം ഞാൻ കഴിച്ചുപോയി എന്ന ബാക്കി ഒത്തിരി എക്സ്പ്ലനേഷൻ, വിശദീകരണം, ന്യായീകരണം എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ശൗലിന്റെ ഉദാഹരണം, ഉസിയാവിന്റെ ഉദാഹരണം, അവരൊക്കെ രാജാവായിരിക്കെ പുരോഹിതനാവാൻ നോക്കിയപ്പോൾ വലിയ ന്യായവിധിയാണ് വന്നത്. എന്നാ ദൈവം നമ്മളെ രാജകീയ പുരോഹിത വർഗമായിട്ട് വിളിച്ചിരിക്കുക. ദൈവം നമ്മളെ രാജാക്കന്മാരായിട്ട് പുരോഹിതന്മാരുമായിട്ട്, ആ 1 പത്രോസ് 2-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തില് നമ്മള് രാജകീയ പുരോഹിത വർഗം എന്നുള്ള ഒരു വാക്ക് വായിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് 5-ാമത്തെ വാക്യത്തിലും അതുപോലൊരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. അപ്പം രാജകീയ പുരോഹിത വർഗം എന്ന് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇവിടെ പറയുന്നത് ഹോളി പ്രീസ്റ്റ്ഹുഡ്, വിശുദ്ധ പുരോഹിത വർഗമാണ്, വേർപെട്ട വിശുദ്ധ പുരോഹിത വർഗം. അപ്പൊ രാജാക്കന്മാരെ പുരോഹിതന്മാര് ആത്മീയ യാഗങ്ങൾ കഴിപ്പിക്കും. ആത്മീയ യാഗങ്ങള്
എന്തൊക്കെയാ നമുക്കുള്ള ആത്മീയ യാഗങ്ങൾ? നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആത്മീയ യാഗം. റോമർ 12 ഒന്നാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പിന്നെ അതേ കാര്യം തന്നെ അങ്ങനെയുള്ള ആ ഹനനയാഗം അത് യഥാർത്ഥത്തിൽ നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് അങ്ങ് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന റോമർ 12 ഒന്നാമത്തെ വാക്യം, നമ്മളുടെ നാവ്, നമ്മളുടെ കണ്ണ്, നമ്മളുടെ കാലുകൾ, നമ്മളുടെ കൈയും, നമ്മളുടെ ചെവിയും, നമ്മളുടെ നാവും, നമ്മളുടെ മനസ്സും എല്ലാം അങ്ങ് പ്രത്യേകമായിട്ട് അത് നമ്മളെ പുരോഹിതന്മാരായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ തന്നെ ആത്മീയ യാഗമായിട്ട്, ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. എങ്ങനെയുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിപ്പിക്കുന്നത്? തകർന്നു നുരുങ്ങിയിരിക്കുന്ന ഹൃദയം, അതിലാ ദൈവം പ്രസാദിക്കുന്നതെന്നൊക്കെ നമ്മുടെ സങ്കീർത്തനം 51 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 51 സങ്കീർത്തനം നമുക്കറിയാം, ദാവീദ് മാനസാന്തരപ്പെട്ട് എഴുതിയ ബത്ശേബയോടുള്ള പാപത്തിന് ശേഷം ദാവീദ് നാഥാൻ പ്രവാചകനാല് പരിശുദ്ധാത്മാവിനാല് കുറ്റബോധം വന്നവനായിട്ട് അവന് 51 സങ്കീർത്തനം എഴുതുന്നു. അതിന് 17 വാക്യം, ദൈവത്തിന് ഹനനയാഗങ്ങൾ, യഥാർത്ഥത്തിലുള്ള ഹനനയാഗം ഇന്ന് നമ്മളെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നമ്മുടെ ജഡം, നമ്മുടെ സ്വയബലം, അവിടെ ആ സ്വയബലത്തിൽ നമ്മൾ തകർന്നു നുറുങ്ങിയിരിക്കുമ്പോഴാണ് അതാ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയം. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ കുറിക്കുന്ന, ആത്മാവിന്റെ കവചമായിട്ടുള്ള ആ ജഡത്തില യഥാർത്ഥത്തിലുള്ള തകർച്ച നുറുക്കമൊക്കെ വരും. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥന് സങ്കീർത്തനം 34 വാക്യം മിക്കവർക്കും അറിയാവുന്ന വാക്യമാണല്ലോ. അപ്പം അവിടെ ഹൃദയം നുറുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഹൃദയത്തിന്റെ കവചമായിട്ടുള്ള ആ ജഡം, ആ ഹൃദയത്തെയും ദേഹിയും വേർതിരിക്കുന്ന ആ ജഡമാകുന്ന തിരശ്ശീല എന്ന് നമ്മൾ പറയുന്ന ആ കാര്യം, അവിടെ നമ്മുടെ സ്വയബലം, എന്റെ ഇഷ്ടം, അവിടെ ഒരു തകർച്ച. കർത്താവ് എന്റെ ഇഷ്ടം പോലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന, അതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ള ഒരു യാഗം. റോമർ 12 നമ്മൾ കണ്ടു ആത്മീയ യാഗം. യെശയ്യാവ് 51:17. പിന്നെ ഉള്ള ആത്മീയ യാഗത്തെ കുറിച്ച് നമ്മൾ എബ്രായർ 13 അതിന്റെ 2 വാക്യങ്ങളിൽ നമ്മൾ അവിടെയും യാഗങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ? എബ്രായർ 13 നമ്മൾ രാജകീയ പുരോഹിത വർഗമാകുമ്പോൾ ഉള്ള യാഗത്തെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വരുന്നേ. എബ്രായർ 13 അതിന്റെ 15 വാക്യത്തില് സ്തോത്രയാഗത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 15 വാക്യം അതാ, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന്, എബ്രായർ 13:15, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന, കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം, കർത്താവിന്റെ നാമത്തെ നമ്മുടെ അതരം കൊണ്ട് ഏറ്റുപറയുന്നു. അതരത്തിന്റെ ഫലമായിട്ട് കർത്താവിന്റെ നാമത്തെ, ഫ്രൂട്ട് ഓഫ് ദി ലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കുകൾ, നമ്മുടെ ലിപ്സിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ വാക്കുകൾ. ഫ്രൂട്ട് ഓഫ് ദി ലിപ്സ്, അതരഫലമായിട്ട് നമുക്ക് കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുന്നു എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് സ്തോത്രം, ദൈവത്തിന് നന്ദി എന്നൊക്കെ പറയാൻ താരതമ്യേന എളുപ്പമാണ്. എന്നാൽ സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത നല്ല സ്നേഹിതനെ നമ്മൾ പാടിയതുപോലെ എല്ലാ കാലത്തിലും നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് വേദന ഉണ്ടാകുന്ന ചില കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കർത്താവെ നന്ദി കർത്താവെ, അവിടെ നിന്നെല്ലാം നന്നായിട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു യാഗമുണ്ട്. മറ്റേടത്ത് നമുക്കിപ്പോ എല്ലാവരും നമ്മളെ ബഹുമാനിക്കുന്നു, എല്ലാം നമുക്ക് വലിയ ശമ്പള ഉയർവ് കിട്ടുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്നതിൽ നന്നായിട്ട് അങ്ങ് പോകുന്നു. അപ്പൊ ദൈവമേ നന്ദി സ്തോത്രം എന്ന് പറയുന്നതിൽ അവിടെ ഒരു സാക്രിഫൈസ് ഇല്ല, യാഗമില്ല. എന്നാൽ ചില കാര്യങ്ങള് മോശമായിട്ട് നടക്കുമ്പോഴും കർത്താവേ എന്റെ ഇഷ്ടം പോലല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ, ഞാൻ എന്റെ ഇഷ്ടത്തെ അങ്ങ് യാഗം കഴിക്കുന്നു. യാഗം കഴിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ അവിടത്തേക്ക് സ്തോത്രം പറയുന്നു. അപ്പൊ ഒരു സ്തോത്രം, അതാണ് സ്തോത്രം എന്ന സ്തോത്രയാഗം ഇടപെടാതെ, സാക്രിഫൈസ് ഓഫ് പ്രൈസ്. മറ്റേത് വി ബ്രിങ് ദ സാക്രിഫൈസ് ഓഫ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വലിയ പാടാം. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പരാതിയും പെറുവെറുപ്പും വാദവും തർക്കവും, നമ്മൾ ഫിലിപ്പിയർ 2:14 വായിക്കുന്ന പോലെ, ഫിലിപ്പിയർ 2:14 എന്താ വായിക്കുന്നത്? ഒന്നും തർക്കവും വാദവും കൂടാതെ ചെയ്യുന്ന വായിക്കുന്നത്. അപ്പം തർക്കവും വാദവും ചെയ്യാൻ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടം. എന്നാൽ അവിടെ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മരിപ്പിക്കുമ്പോൾ, മരണത്തിനെ ഏൽപ്പിച്ച് നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലൊന്നും നിറഞ്ഞ് അവിടെ ഒരു സ്തോത്രയാഗം എന്ന ആദരഫലം, കർത്താവിന്റെ നാമത്തെ ഏറ്റു പറയുന്ന കർത്താവ് നല്ലവൻ എന്ന് ആ സമയത്തും കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് മർക്കോസ് 7 അവസാനത്തെ വാക്യം നമുക്കറിയാമല്ലോ. മർക്കോസ് 7 അവസാനത്തെ 37 വാക്യം, മർക്കോസ് 7:37 എന്താ പറയുന്നത്? ഹി ഹാസ് ഡൺ എവറിത്തിങ് വെൽ. മർക്കോസ് 7:37. യോഹന്നാൻ 7:37 ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുന്നത്. ഇവിടെ മർക്കോസ് 7:37 എന്താ പറയുന്നത്? ഹി ഹാസ് ഡൺ ഓൾ തിങ്സ് വെൽ. അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഉമ്മരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. പുരുഷാരൻ ഈ കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ കണ്ടാൽ നന്നായി ചെയ്തെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് പുതിയ നിയമ വിശ്വാസികളായിട്ടുള്ള ശിഷ്യകളായിട്ടുള്ള നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിപരീതമായിട്ട് നടക്കുമ്പോഴും ദൈവം ചില കാര്യങ്ങൾ, നമുക്ക് വിഷമമുണ്ടാകുന്ന ചില കാര്യങ്ങൾ അനുവദിക്കുമ്പോഴും
അവിടുന്ന് എല്ലാം നന്നായിട്ട് ചെയ്തു, എല്ലാം അവിടുന്ന് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. റോമർ 8:28 അവിടുന്ന് എനിക്ക് കഴിയുന്ന കൂടുതലൊന്നും അനുവദിക്കത്തില്ല. 1 Corinthians 10:13 എല്ലാത്തിലും അവിടുത്തെ കൃപ മതി. 2 Corinthians 12:9 കർത്താവേ അവിടുന്ന് വാഴുന്നു, അവിടുന്ന് എല്ലാത്തിലും അവിടുന്ന് രാജ്യത്ത് ഏറ്റെടുത്തിരിക്കുന്നു, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് വാഴുന്നു എന്നുള്ള ആ കാര്യമൊക്കെ നമ്മൾ വെളിപാട് 19:6 നമ്മൾ വായിച്ചു. അവിടുന്ന് എല്ലാത്തിലും വാഴുന്നു. അപ്പൊ അവിടെ ഒരു സ്തോത്രയാഗം. അപ്പം നമ്മള് ആത്മീയ പുരോഹിതന്മാരാകുമ്പോൾ ഉള്ള ആത്മീയ യാഗങ്ങള് നമ്മളതിനെ യാഗമായിട്ട് കഴിക്കുന്ന ആ ഒരു യാഗം നമ്മൾ റോമർ 12:1 സങ്കീർത്തനം 51:17 നമ്മൾ വായിച്ചു. പിന്നെ ഇപ്പോ എന്താ, ഏത് സാഹചര്യത്തിൽ എല്ലാ നേരത്തിലും ഇടപെടാതെ എല്ലാത്തിലും ഇടപെടാതെ നമ്മുടെ സ്വതന്ത്രം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല, മറിച്ച് നമ്മൾ തന്നെ എപ്പോഴും ദൈവമുമ്പാകെ ഒരു വട്ടപൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധത്തിൽ നമ്മൾ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ കർത്താവിന് ഒരു സ്തോത്രം നമ്മുടെ ആത്മാവിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കാം. അത് ശരിയാണ്, അതിൻ്റെതായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വാഗൊണ്ടും പറയും എന്നാൽ എപ്പോഴും ആത്മാവിലെ കർത്താവിന് എല്ലാത്തിനും നന്ദി പറയുമെന്ന് നമ്മൾ 1 Thessalonians 5:18 ഇൻ എവറിത്തിങ് ഗിവ് താങ്ക്സ്, ദിസ് ഇസ് ദ വിൽ ഓഫ് ഗോഡ് ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. കർത്താവിലുള്ള നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം ഇതാണ്, എന്താ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, എല്ലാത്തിലും നന്ദി പറയുവിൻ. സ്തോത്രം ചെയ്യുന്ന പറയുമ്പോൾ എല്ലാത്തിനും നന്ദി പറയുവിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു സ്തോത്രയാഗം, അത് നമ്മൾ അർപ്പിക്കുന്ന ഒരു ആത്മീയ യാഗമാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് നമ്മൾ എബ്രായർ 13 2 ആത്മീയ യാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒന്നാമത്തെ ആത്മീയ യാഗം ഇവിടെ സ്തോത്രം എന്ന യാഗമുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ 16 വാക്യത്തിൽ എന്താ വായിക്കുന്നേ? അതിന്റെ തൊട്ടടുത്ത വാക്യം 15 വാക്യം ഇപ്പം വായിച്ചു. അതിന്റെ തൊട്ടടുത്ത വാക്യം, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ദൈവം പ്രസാദിക്കുന്ന ഒരു 2 യാഗവും കൂടെ അവിടെ പറയുക, ഡൂയിങ് ഗുഡ് ആൻഡ് ഷെയറിങ്. അതൊരു ആത്മീയ യാഗമാണ്. ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മള് കർത്താവ് നമുക്ക് മുന്നമേ ഒരുക്കിയിരിക്കുന്ന നന്മ ഓരോ ദിവസവും നമുക്ക് നല്ല വാക്കുകൾ പറയാനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും കർത്താവ് നമുക്ക് വേണ്ടി നമ്മളായിട്ട് ഇന്ന് എന്തോ മാർത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്ന കാര്യമില്ല. എന്നാൽ കർത്താവിനെ കേട്ട് കർത്താവ് നമുക്ക് മുന്നമേ ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തികളെ നമ്മൾ നടക്കുമ്പോൾ എഫേസ്യർ 2:10 പറയുന്നത് പോലെ നമ്മൾ കൈപ്പണിയായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് നമുക്കായിട്ട് മുന്നമേ ഒരുക്കിയിരിക്കുന്നു സൽപ്രവർത്തികളൊക്കെ. അതിലങ്ങ് നമ്മൾ നടക്കുമ്പോൾ ഓരോ കാര്യവും ദൈവാത്മാവ് പറയുന്നത് പോലെ പ്രേരിപ്പിക്കുന്ന പോലെ നല്ല നല്ല പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശരിക്കും നമ്മൾ ആത്മീയ പുരോഹിതനായിട്ട് രാജകീയ പുരോഹിതനായിട്ട് നമ്മൾ യാഗം കഴിക്കുകയാണ്. നമ്മള് അവിടെ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ നന്മ ചെയ്യുമ്പോൾ അവിടെ യാഗം കഴിക്കുന്നു. പിന്നെ കൂട്ടായ്മ കാണിക്കുന്നു, മറ്റുള്ളവർക്ക് ആത്മീയ കൂട്ടായ്മ കൊടുക്കുന്നു. നമുക്ക് ഭൗതികമായിട്ടും ആവശ്യത്തിലുള്ളവർക്ക് ദൈവം നമുക്ക് തരുന്ന ജ്ഞാനത്തിനൊത്തവണ്ണം പ്രാപ്തിക്കൊത്തവണ്ണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എന്താ, അതൊരു ആത്മീയ യാഗമായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പിന്നെ പുരോഹിതന് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ ലേവ്യ പുരോഹിതന്റെ ആ ഒരു ശുശ്രൂഷ തന്നെ നമ്മൾ മലാഖി 2-ാം ആ വാക്യങ്ങളൊക്കെ ഞാൻ ഇനി എടുത്ത് വായിക്കുന്നുണ്ട്. അവിടെ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്ന കാര്യവും സത്യോപദേശം കൊടുക്കുന്ന കാര്യമൊക്കെ മലാഖി 2-ാം നമ്മൾ വായിച്ചു. പിന്നെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം, ഇന്റർസീഡ് ചെയ്യുന്ന കർത്താവ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എബ്രായർ 7:25 നമ്മൾ വായിക്കുന്നു. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദേശത്തിന് വേണ്ടിയൊക്കെ ഇടിവിൽ നിന്ന് നമ്മള് പക്ഷപാതം ചെയ്യുമ്പോൾ ഇടിവിൽ നിന്ന് നിൽക്കുവാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ച് കണ്ടില്ലെന്നൊക്കെ നമ്മള് എഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ രാജാക്കന്മാരായിട്ട് പുരോഹിതന്മാരായിട്ട് വാഴുന്നവരാകാനെ കഥ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അന്തിമവിജയം പുസ്തകത്തിന്റെ ആ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. അന്തിമവിജയം പുസ്തകത്തിൽ അതിന്റെ 20-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളുടെ എക്സ്പ്ലനേഷൻ നമ്മളത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ വായിച്ചു തീർത്തായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? ആ 5-ാമത്തെ വാക്യം 5-6 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അപ്പൊ അവിടെ 1-ാം പുനരുദ്ധാനത്തെ കുറിച്ചാണ് നമ്മളതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ആ 5-6 വാക്യങ്ങൾ, അതായത് നമ്മൾ തിരിച്ച് വെളിപാട് പുസ്തകത്തിലേക്ക് ഇനി വന്നു. തിരിച്ച് നമ്മളെ ദിനവൃത്താന്തത്തിലും പുറപ്പാടിലും ശമൂവേലിലും ഒക്കെ പോയിട്ട് എബ്രായ ലേഖനത്തിലും ഉൽപ്പത്തിയിലും എല്ലാം പോയിട്ട് നമ്മൾ തിരിച്ച് എവിടെ എത്തി? നമ്മള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ സഹോദരൻ തുറന്ന ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉൽപ്പത്തി മെൽക്കിസദേക്കിന്റെ കാര്യം മുതൽ ഇവിടെ വെളിപാട് വരെ ഇനി എത്തി. തിരിച്ച് ഇനി വെളിപാട്ടിൽ എല്ലാവരും ഇനി എത്തിയല്ലോ, ബസ് പിടിച്ച് എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. ഈ ചിലരൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോ കൂടെ ഗൈഡായിട്ടുള്ള ആളൊക്കെ മുമ്പിൽ പോകും, തിരിഞ്ഞൊക്കെ പോയോ നമ്മുടെ കൂടെ ആരും ഇല്ല, എല്ലാരും അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ഇനി തിരിച്ചെത്തിയാലോ. തിരിച്ച് നമ്മളിപ്പോ എല്ലാവരും വെളിപാട് 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മള് 2 ആഴ്ച മുമ്പേ ആ വാക്യങ്ങളൊക്കെ വായിച്ച് പറഞ്ഞതാ. മരിച്ചവരുടെ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. അതായത്
ആ അർമദോൻ യുദ്ധത്തിൽ മരിക്കുന്നവരൊഴിച്ച് ബാക്കി അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെല്ലാം ഈ 1000 ആണ്ട് വർഷക്കാലം കർത്താവിന്റെ കൂടെ കാണും അവിടെ ആ ഭരണത്തിന്റെ ആ സൽഭരണം കാണാനായിട്ട്. അന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം രാജാവൻ. എന്നാൽ സാത്താനെ തുറന്നു വിടുമ്പോൾ, ഈ പട്ടി തുറന്നു വിടുന്നു എന്ന് പറഞ്ഞ പോലെ സാത്താനെ അഗാധ കോപത്തിൽ നിന്ന് തുറന്നു വിടുമ്പോൾ സാത്താൻ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരുമായിരിക്കും എന്നോട്. അങ്ങനെ ദേഷ്യം വരണം. എന്നാൽ പട്ടിയെ തുറന്നു വിടുന്നതിന്റെ ഉദാഹരണമാണ്, സാത്താനെ തുറന്നു വിടുന്നതിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്. വെച്ചാൽ സാത്താന്റെ തല തകർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. സാത്താനെ നമ്മൾ പേടിക്കേണ്ടതില്ല, മറിച്ച് സാത്താൻ നമ്മളെ പേടിക്കേണ്ടത്. ഇന്ന് പല വിശ്വാസികളുടെ അവസ്ഥയൊക്കെ കണ്ട ഇത് നമ്മൾ സാധാരണ പേടിക്കണം, സാധാരണ നമ്മളെ പേടിക്കണം എന്നുള്ള ഇങ്ങനെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ് പലരുടെയും. എന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ദൈവം അവരുടെ കണ്ണുകളെ അവർക്ക് ദൈവം തന്നിട്ടുള്ള വലിയ ആ പദവി അധികാരത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമ്മൾ സാധാരണ പേടിക്കേണ്ട കാര്യമില്ല. സാധാരണ തോൽപ്പിക്കപ്പെട്ട ആയുധവർഗം എല്ലാം ഉള്ള ആയുധം എല്ലാം പോയ ഒരു തീവ്രവാദി വലിയ എക്കോ 47 വന്നു. പക്ഷെ ആയുധമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടി. തീവ്രവാദി അവിടെ ആയുധമില്ലാതെ തലയൊക്കെ ചതക്കപ്പെട്ടിട്ട് കാലിട്ടടിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു അവസ്ഥയേ ഉള്ളൂ പിശാചിന്. അവര് കുറച്ച് തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്റെ വഞ്ചനയിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടി നമ്മെ തന്നെ ദൈവം ഭാഗത്ത് താഴ്ത്തിയാൽ നിഗളികളെ അവൻ വന്ന് വിഴുങ്ങാൻ നോക്കുന്നതെന്നൊക്കെ നമ്മൾ 1 പത്രോസ് 5-ന്റെ 7-8 വാക്യങ്ങളൊക്കെ നമ്മൾ 6-7-8 വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. അവനിങ്ങനെ വന്ന് വിഴുങ്ങാൻ നോക്കുമ്പോൾ നമ്മളെ പൂജ്യമാണെങ്കിൽ അവനൊന്നും കിട്ടാതെ പോകും. അവനിങ്ങനെ വന്നോ വലിയ ആന്നും പറഞ്ഞ് വിഴുങ്ങാൻ നോക്കുമ്പോൾ നമ്മളിവിടെ ദൈവം ഭാഗ്യ വട്ടം പൂച്ചിട്ടിരിക്കുമ്പോൾ അവൻ ചമ്മിപ്പോവും. നമ്മളെ അവനും കിട്ടത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ ചീർത്ത് ഉസ്യാവിനെ പോലെ വലിയ ആളായിട്ടിരിക്കുമ്പോൾ അവൻ വന്നങ്ങ് വിഴുങ്ങും. ഉസ്യാവ് അതുപോലെ ചീർത്ത് പോയോണ്ട്, നിഗളിച്ച് പോയോണ്ട് അവനെ വിഴുങ്ങാനായിട്ട് സാത്താനെ പറ്റിയ കാര്യം നമ്മളിപ്പം 2 ദിനവൃത്താന്തം 26 വായിച്ചതല്ലേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒന്നാമത്തെ പുനരുത്ഥാനം. അതായത് കർത്താവിൽ മരിച്ചവരെ ആദ്യം പുനരുത്ഥാനം പ്രാപിക്കുന്നു. പിന്നീട് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളും പുനരുത്ഥാന ശരീരത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. അപ്പൊ ആ ഒരു കാര്യം നമ്മളിവിടെ 6-ാമത്തെ വാക്യത്തില് ദിസ് ഇസ് ദ ഫസ്റ്റ് റിസറക്ഷൻ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. ആ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1 തവണ ജനിച്ച 2 തവണ മരിക്കും, 2 തവണ ജനിച്ച 1 തവണയെ മരിക്കേണ്ടതുള്ളൂ. ഞാൻ ഇനി അത് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണും. എന്താ കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലായി. 2 തവണ ജനിച്ചാൽ പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഓൾറെഡി എല്ലാവരും ജനിച്ചു. ഇനി ആത്മാവിലും കൂടി ജനിച്ചാൽ നമ്മളിനി 1 തവണയെ മരിക്കത്തുള്ളൂ. ഭൗതികമായ മരണേ ഉള്ളൂ. അത് കർത്താവ് അതിനു മുമ്പ് ഇനി വരുവാണെങ്കിൽ ആ മരണം പോലും നമ്മൾ കാണേണ്ടയില്ല. പിന്നെ പക്ഷെ നമ്മള് 1 തവണയെ ജനിച്ചിട്ടുള്ളൂ, വീണ്ടും ജനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 തവണ മരിക്കേണ്ടി വരും. എന്താ ഭൗതിക മരണമുണ്ട്, പിന്നീട് നിത്യമായിട്ടുള്ള 2ാമത്തെ മരണം. ആ 2ാമത്തെ മരണത്തെ കുറിച്ച് തീപ്പൊയ്കയാണ് ഈ 2ാമത്തെ മരണം എന്ന്. അതിന്റെ 14-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിച്ചു. എന്താ അതിന് 15-ാമത്തെ വാക്യം മലയാളത്തിൽ 15-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 14-ാമത്തെ വാക്യം. ദിസ് ഈസ് സെക്കൻഡ് ദ ലേക്ക് ഓഫ് ഫയർ. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം എന്നൊക്കെ നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായിട്ട് ക്രിസ്തുവിനോട് 1000 ആണ്ട് വാണു. ആ കാര്യം നമ്മളിപ്പം ഈ 2-3 ആഴ്ചകളായിട്ട് രാജാക്കന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടും വാഴുന്ന കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കർത്താവ് തന്നെ ഈ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ നമ്മൾ അന്തിമോചന പുസ്തകത്തിൽ നമ്മുടെ റെഫറൻസസ് ആയിട്ട് കണ്ടു. അത് നമ്മുടെ കടന്നു പോകാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തില് നമ്മൾ എന്താ വായിക്കുന്നേ? അവിടെ കർത്താവിന്റെ ശബ്ദം കേട്ട് മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. നമ്മളിപ്പോ അന്തിമവചന പുസ്തകത്തിൽ നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യാത്ത കുറച്ച് റെഫറൻസസും കൂടെ ഉള്ളത് കവർ ചെയ്യുവാണെങ്കിൽ യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, നന്മ ചെയ്തവർ അവന്റെ ശബ്ദം കേട്ടു. അതായത് 28 മുതൽ ഞാൻ വായിക്കുക. ഇതിന് ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. അപ്പൊ നന്മ ചെയ്തവര് 1000 വർഷക്കാലം ഭരണത്തിന്റെ തുടക്കത്തിൽ പുനരുദ്ധാനം പ്രാപിക്കുന്നു. എന്നാൽ തിന്മ ചെയ്തവര് പിന്നീട് 1000 വർഷത്തിന് ശേഷമാണ് പുനരുദ്ധാനം ചെയ്യുന്നത്. നമ്മളവിടെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മളവിടെ കാണുന്നു. ആ വിശ്വാസികളുടെ പുനരുദ്ധാനം 1000 ആണ്ട് വർഷത്തിന് ഭരണത്തിന് ശേഷമാണ് നാഴിക വരുന്നു എന്ന് നമ്മളത് 29-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 5:29 മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കുകയും പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് യോഹന്നാൻ 5:29 കർത്താവ് പറഞ്ഞു. അപ്പൊ പിന്നെ അതാ നമ്മൾ വായിച്ച ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഉയർക്കപ്പെട്ടവരുടെ മേലെ 2ാം മരണത്തിന് അധികാരമില്ല. ഇതുപോലൊരു പ്രയോഗമാണ് ഈ ഒരു 2ാം മരണം എന്നുള്ളൊരു പ്രയോഗം നമ്മൾ വെളിപാട് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് സ്മിർന സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഒരു വാഗ്ദത്തമായിട്ട് അവിടെ നമ്മളവിടെ വായിക്കുന്നു. എന്താ?
അധ്യായം, വെളിപാട് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെ സ്മിർന സഭയും ഫിലാദൽഫിയ സഭയുമാണ് 7 സഭകളിൽ വെച്ച് ഏറ്റവും വിശ്വസ്തരായി ദൈവത്തിന് ഒരു കുറവും പറയാനില്ലായിരുന്ന 2 സഭകൾ ഏതാന്ന് ചോദിച്ചാൽ സ്മിർന സഭയും ഫിലാദൽഫിയ സഭയാണ്. ആ സ്മിർന സഭയെ കുറിച്ച് പറയുക വെളിപാട് 2:11, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. അവൻ ജയിക്കുന്നവനാണ് യഥാർത്ഥത്തില് ഈ പുനരുദ്ധാനത്തിന്റെ അതിന്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുന്നവൻ ആരാന്ന് വെച്ചാൽ ഈ കർത്താവിന്റെ കൂടെ ജയിക്കുന്നവൻ. നമ്മളുടെ ജഡത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിക്കുന്നു, ലോകത്തിന് അധിപതിയായിട്ടുള്ള പിശാചിനെ ജയിക്കുന്നു. അങ്ങനെ ആ ജയിക്കുന്നവനാണ്. അങ്ങനെ ഈ ലോകം, ജഡം, പിശാച് ആണ് എന്താ പാപം എന്ന് പറയുന്നത്. ഈ ജഡത്തെ, ലോകത്തെ, പിശാചിനെ ജയിക്കുന്നവനാണ് 2-ാം മരണത്താൽ ദോഷം വരികയില്ല എന്നുള്ളൊരു വാഗ്ദത്വം. അത് കർത്താവ് വേറെ ഏതെങ്കിലും സഭയ്ക്കല്ല, സ്മരണ സഭയ്ക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം അത് സ്മരണ സഭയിൽ അനേകര് അന്ന് വല്ലാത്ത കഷ്ടത്തിലൂടെ കടന്നു പോകുക, അനേകര് രക്തസാക്ഷികളാകുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ മരിച്ചാലും നിങ്ങൾക്ക് ജയിക്കുന്നവന് 2-ാം മരണത്തില് ദോഷം വരികയില്ല. നിങ്ങൾക്ക് ആ ഒരു 2-ാം മരണമാകുന്ന തീപ്പൊയ്കയിലോട്ടല്ല, നിങ്ങൾക്ക് ആ ഒരു പുനരുദ്ധാനത്തിന്റെ 1-ാം പുനരുദ്ധാനത്തിന്റെ ഭാഗവാക്കുകളാകുന്ന വലിയ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരും ആയിരിക്കും നിങ്ങളെന്നുള്ള ഒരു വലിയൊരു അഷ്വറൻസ്, വലിയൊരു ആശ്വാസവാക്ക്, ഉറപ്പ് അവിടെ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പിന്നെ നമ്മള് കർത്താവ് ഈ പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്ന പല പല പദപ്രയോഗങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് കാണുമ്പോൾ, ലൂക്കോസ് 20-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം, ലൂക്കോസ് 20-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം നമ്മൾ അന്തിമ പുസ്തകത്തിൽ അത് വായിച്ചു. എന്താ നമ്മളവിടെ വായിക്കുന്നത്? എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിയുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്ക് ഇനി മരിക്കുവാനും കഴിയുകയില്ല. അവിടെ സദൂക്യര് എന്ന കർത്താവിനോട് പുനരുദ്ധാനത്തെ കുറിച്ച് ചോദിക്കും. അപ്പൊ സദൂക്യര് അത്ഭുതങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. പരീശന്മാര് അവരെല്ലാം കറക്റ്റ് ഡോക്ടറിനൊക്കെ ആയിരുന്നു പരീശന്മാർക്ക്. എന്നാൽ സദൂക്യർക്ക് കുറച്ച് വലിയ അത്ഭുതങ്ങളോ അതിശയങ്ങളോ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും വിശ്വസിക്കാത്ത, പുനരുദ്ധാനം ഒന്നും വിശ്വസിക്കാത്ത ആൾക്കാരായിരുന്നു സദൂക്യര്. അപ്പൊ അവര് ഇന്ന് കർത്താവിനോട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. ഒരു സഹോദരന് ഒരു ഭാര്യ, അത് സഹോദരൻ മരിക്കുന്നു, പിന്നെ അതിന്റെ അനിയൻ കല്യാണം കഴിക്കുന്നു, അങ്ങനെ പിന്നെ ആ സഹോദരൻ മരിക്കുന്നു, ഇവര് എല്ലാവരും കൂടെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ മരിച്ചു വീഴുക. അപ്പം ഇതിനിടയ്ക്ക് കല്യാണം നടക്കുന്നുണ്ട്. അപ്പൊ ആരുടെ ഭാര്യയായിട്ടായിരിക്കും പുനരുദ്ധാനത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൊടുക്കാൻ വേണ്ടി വലിയ കാര്യത്തെ ഇവര് 10 ദിവസമോ 10 മാസമോ ഒക്കെ ആലോചിച്ച് ഉണ്ടാക്കിയ വലിയൊരു ക്വസ്റ്റ്യനുമായിട്ട് വന്നതാണ്. കർത്താവ് ഈസി ആയിട്ട് പൊളിച്ചു കൊടുത്തു. കർത്താവ് വലിയ വലിയ കൊടുക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്ന് വലിയ കർത്താവിനോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കർത്താവ് ഉത്തരം പറഞ്ഞു. ഇതാണ് ഇത്ര വലിയ ചോദ്യം, നിങ്ങൾ ഇത്ര ആലോചിച്ച് കൂട്ടി എന്നെ കൊടുക്കാനായിട്ട് ചോദിച്ച ചോദ്യം ഇതാന്ന് പറയും. കർത്താവ് എന്താ പറഞ്ഞേ? 34-ാമത്തെ വാക്യം, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു, എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനത്തിനും, അത് നമ്മൾ ഈ വാക്യം ഇപ്പൊ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് യോഗ്യരായവർ, worthy to attain to that age and resurrection from the dead. അപ്പം എല്ലാവർക്കും അങ്ങ് ഈ 1-ാം പുനരുദ്ധാനത്തിൽ അങ്ങ് അവകാശം കിട്ടത്തില്ല, മറിച്ച് അതിന് അവിടെ ഒരു യോഗ്യതയെ കുറിച്ചാണ് നമ്മളവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. ചിലർ അത് നേടുവാൻ യോഗ്യരായി കണക്കാക്കപ്പെടും, മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കില്ല. എല്ലാവരും ഒരു നാളും മരിച്ചവരിൽ നിന്ന് വെറുക്കപ്പെടും. എന്നാൽ യോഗ്യരായവർ മാത്രമേ 1-ാം പുനരുദ്ധാനത്തിൽ വെറുക്കപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ എബ്രായ ലേഖനത്തില് അതിന്റെ 11-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരുവാണെങ്കിൽ അവിടെ വിശ്വാസവീരന്മാരുടെ വലിയൊരു പട്ടിക നമ്മളിവിടെ കാണുക. നമ്മളവിടെ ഹാബീല് മുതൽ ഹാനോക്കിന്റെ കാര്യവും നോഹയുടെ കാര്യവും എല്ലാം കണ്ടിഞ്ഞ് വന്ന് അതിന്റെ എബ്രായർ 11-ാം അധ്യായത്തിന് അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന് 35-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. നോട്ട് അക്സെപ്റ്റിംഗ് ദിയർ റിലീസ് സോ ദാറ്റ് they might obtain a better resurrection. ഏറ്റവും നല്ലൊരു പുനരുദ്ധാനം, അതാ 35-ാമത്തെ വാക്യത്തില് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഈ 1-ാം പുനരുദ്ധാനം. അതായത് കർത്താവ് വരുമ്പോ സംഭവിക്കുമ്പോൾ, കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിലും സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കത്തിൽ സംഭവിക്കുന്ന 1-ാം പുനരുദ്ധാനം, അതാണ് ഏറ്റവും യോഗ്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെറ്റർ റിസറക്ഷൻ. that they may obtain a better resurrection എന്നാണ് എബ്രായർ Hebrews 11:35 എബ്രായർ 11:35 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ
പീഡിപ്പിക്കപ്പെട്ടപ്പോഴും വിശ്വാസം തള്ളിപ്പറയാത്ത പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് എബ്രായർ 11:35 നാം വായിക്കുന്നു. പിന്നെ എന്താ നമ്മൾ മൃഗത്തിന് മുദ്ര നെറ്റിയിലോ കയ്യിലോ ഏൽക്കാൻ അവർ വിസമ്മതിച്ചു. ഒത്തുതീർപ്പുകാരായി തീർന്ന് കൊണ്ട് മോചനം അവർ വേണ്ടെന്ന് വെച്ചു. അവര് എന്താ നോട്ട് അക്സെപ്റ്റിംഗ് ദി റിലീസ്. അവർക്ക് വേണമെങ്കിൽ കർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ടൊക്കെ വേണമെങ്കിൽ റിലീസ്ഡ് ആവായിരുന്നു. എന്നാൽ അവര് കർത്താവിനെ തള്ളി പറയാതെ കർത്താവിനെ ഉയർത്തി പറഞ്ഞു. അവര് വചനത്തെ അനുസരിച്ചു. അവര് അങ്ങനെ അവരൊരു ഏറ്റവും നല്ലൊരു പുനരുദ്ധാനത്തിന് യോഗ്യരായി തീർന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പും അത്രത്തോളം ഉത്തമമല്ലാത്ത, അത്രത്തോളം നല്ലതല്ലാത്തതായിട്ടുള്ള മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടെന്ന് ഈ ഭാഗം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം ഈ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് പഴയ നിയമ വിശുദ്ധന്മാർ പോലെ തങ്ങളുടെ വിശ്വാസം തള്ളിക്കളയുവാൻ വിസമ്മതിച്ചെന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. പിന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ ഈ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ഒരു വാക്യം നമ്മൾ ദാനിയേൽ 12-ാം അധ്യായത്തിൽ കണ്ടു. ദാനിയേലിന്റെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്? 12 അധ്യായങ്ങളുണ്ട്. അതിൽ ദാനിയേലിന്റെ പുസ്തകം അവസാനത്തെ അധ്യായം, അതായത് എഹെസ്കേൽ കഴിഞ്ഞ് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നത്? നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നതിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? 1000 വർഷം ഗ്യാപ്പ് ഉണ്ടെന്നുള്ള കാര്യം നമ്മളത് വെളിപാട് 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യം കുട്ടൻസ് പിടികിട്ടുന്നതെന്ന് പറയുന്നത്. അതാ 2-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്ന പലരും ചിലർ നിത്യജീവനായിട്ടാണ്. അത് കർത്താവിന്റെ വരവെങ്കിൽ ഉണ്ടാവുന്ന ഒന്നാം പുനരുദ്ധാനം. എന്നാൽ 1000 വർഷക്കാലത്തിന് ശേഷം ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ട് ഉണരും എന്നുള്ള കാര്യം ദാനിയേൽ 12:2 നമ്മൾ വായിച്ചു. പിന്നെ നമ്മൾ ലൂക്കോസ് 14-ലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ സുവിശേഷങ്ങളിൽ തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യം 14-ാം അധ്യായം, ലൂക്കോസ് 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം 14 ലൂക്കോസ് 14:14 എന്താ പറയുന്നേ? എന്നാൽ നീ ഭാഗ്യവാനാകും. ആരെയൊക്കെ ക്ഷണിക്കണം? നീ 13-ാമത്തെ വാക്യം, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. അതായത് നമുക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഉള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാവും. നീതിമാന്മാരുടെ പുനരുദ്ധാനം, ആ ഒരു ഒന്നാം പുനരുദ്ധാനം, അവിടെ പ്രതിഫലം ലഭിക്കും. അവിടെ ആ ഒന്നാം പുനരുദ്ധാനത്തിന് ശേഷമാണ് വിശ്വാസികൾക്കുള്ള പ്രത്യുപകാരം, പ്രതിഫലം എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ ഈവൻ വെളിപാട് 11-ാം അധ്യായത്തിലും ആ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് വെളിപാട് 11-ന്റെ 17, 18 വാക്യങ്ങളിലൊക്കെ അവിടെ പ്രതിഫലം കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നു. കർത്താവിന്റെ ആ രാജ്യത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ. അപ്പൊ അന്ന് നമ്മള് യഥാർത്ഥത്തില് ആവശ്യത്തിലുള്ളവർക്ക്, മറ്റുള്ളവര് അവർ നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയില്, കർത്താവിനുള്ള സ്നേഹത്തില്, അതുപോലെ പ്രയാസത്തിൽ അനുഭവിക്കുന്നവരെ നമ്മൾ സഹായിക്കുന്നു. ഇന്ന് പ്രയാസത്തിൽ അനുഭവിക്കുന്നതാണ് അഭിനയിച്ച് ചൂഷണം ചെയ്യുന്ന ഒത്തിരി പേര്, പല വഞ്ചകന്മാരുണ്ട്. അവരാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോയത്. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തോടെ നമ്മള് ആ ഒരു യഥാർത്ഥത്തില് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് നമുക്ക് ദൈവാത്മാവിന്റെ പ്രേരണയിൽ ആ ഒരു സ്നേഹത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അതിന്റെ പ്രത്യുപകാരം എവിടെ നിന്ന് ലഭിക്കുന്നേ? അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ സദൃശവാക്യത്തിൽ അത് വായിക്കുന്നുണ്ടല്ലോ. നമ്മള് ദരിദ്രനെ സഹായിക്കുന്നത് അത് ദൈവത്തിന് വായ്പ കൊടുക്കുന്നതാണെന്ന സദൃശവാക്യം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. സദൃശവാക്യം 19-17 എളിയവനോട് കൃപ കാട്ടുന്നവൻ, കൃപ എന്നുള്ള വാക്യം ഗ്രേസ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് മനസ്സിൽ ഫേവർ, ഗ്രേഷ്യസ് കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്ന് വെച്ചാൽ കൃപ യേശുവിലൂടെ വന്നത്. പുതിയ നിയമത്തിലെ യഥാർത്ഥത്തിലുള്ള പറയുന്ന കാരിസ് എന്നുള്ള ആ കൃപ യേശുവിലൂടെ വന്നത്. ഇത് പഴയ നിയമത്തിൽ പറയുവാണ്. എളിയവനോട് കൃപ കാട്ടുന്നവൻ, അവനോട് മനസ്സിലവ് കാട്ടുന്നവൻ കർത്താവിന് വായ്പ കൊടുക്കും. നമ്മള് കർത്താവിന് വായ്പ കൊടുത്ത കർത്താവ് തിരിച്ചു തരാതിരിക്കും. ഇപ്പൊ നമുക്കാരെങ്കിലും നമുക്കാരെങ്കിലും എന്തെങ്കിലും തന്നാ നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ, അപ്പൊ കർത്താവിന് വായ്പ കൊടുത്ത് എത്രയധികം കർത്താവ് തിരിച്ചു കൊടുക്കും. കർത്താവ് പലിശയോടുകൂടി തിരിച്ചു കൊടുക്കത്തില്ല എന്ന് പറയുന്നത് പോലെ അവൻ ചെയ്ത നന്മയ്ക്ക് അവന് പകരം കൊടുക്കുക. എന്ന് വെച്ചാൽ പകരം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് ദൈവത്തിന്റെ ഇടയിൽ ബിസിനസ് ചെയ്യുന്നതൊക്കെ അത് പകരം കിട്ടാൻ വേണ്ടി അത് ചെയ്യുക, ഇത് ചെയ്യാന്ന് പറഞ്ഞ് കുറെ അങ്ങനെ ജ്ഞാനമില്ലാതെ എന്തെങ്കിലുമൊക്കെ നമ്മളെ സ്വയത്തിൽ നിന്ന് ചെയ്യുന്നതൊക്കെ അത് പുല്ലും വൈക്കോലും മരവുമായിട്ട് കത്തിപ്പോകത്തേ ഉള്ളൂ. എന്ന് പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് അനുസരിച്ച് ദൈവം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചില യഥാർത്ഥത്തിൽ ആവശ്യത്തിലുള്ളവർക്ക് നമ്മൾ
നമുക്ക് ദൈവാത്മാവ് തരുന്ന പ്രാപ്തിക്കൊത്തവണ്ണം നമ്മൾ അതുപോലെ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ കാട്ടുമ്പോൾ അതിനുള്ള പ്രതിഫലം എവിടെ ലഭിക്കുന്നത്? ഈ ഒന്നാം പുനരുദ്ധാനത്തിൽ ലഭിക്കുന്ന നമ്മളിപ്പോൾ ലൂക്കോസ് 14 നമ്മളിപ്പോൾ സദൃശവാക്യം 19 അധ്യായത്തിന് 17 വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചു. ഈവൻ കർത്താവ് നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുമെന്ന് യുദാസിനോട് പറയുമ്പം യോഹന്നാൻ 13 അധ്യായത്തിന്റെ 27 വാക്യത്തില് എന്താ അപ്പം കർത്താവ് ഇതിനെ കുറിച്ച് പറയുന്ന ആൾക്കാർക്ക് തോന്നി, ബാക്കി ശിഷ്യന്മാര് കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം ജീവിച്ചിരുന്ന ശിഷ്യന്മാര് യുദാസിന്റെ കയ്യിലെ മണി ബോക്സ് ഉള്ളത്, പണസഞ്ചി ഉള്ളത്. അപ്പൊ യുദാസിനോട് വേഗം കാര്യം പോയി ചെയ്യാൻ പറയുമ്പോൾ സാധാരണ കർത്താവ് പൈസ ചെലവഴിച്ച് എന്തിനു വേണ്ടിയാന്നുള്ള കാര്യം അവിടെ യോഹന്നാൻ 13:29 നമ്മൾ യോഹന്നാന്റെ വേഴ്സ് ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. എന്താ 29 പണസഞ്ചി യൂദയുടെ പക്കലായതുകൊണ്ട്, നമ്മുടെ യോഹന്നാൻ 13:29 പണസഞ്ചി യൂദയുടെ പക്കൽ ആകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിക്കുവാനോ ദരിദ്രർക്ക് വല്ലതും കൊടുക്കുവാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. എല്ലാവർക്കും അല്ല, ചിലർക്ക്. സം വേ സപ്പോസിങ് ബൈ ദ തിങ്സ് വിച്ച് വി ഹാവ് നീഡ് ഓഫ് ഫോർ ദ ഫീസ്റ്റ്. പെരുന്നാൾ, അപ്പം പെരുന്നാൾ നടക്കും അവിടെ, പെസഹ പെരുന്നാളൊക്കെ നടക്കും യെരുശലേമിലും. അപ്പം അതായത് പെരുന്നാളിന് വേണ്ടുന്നത്, ദാറ്റ് വി നീഡ് ഓഫ്, പെരുന്നാൾ എന്നുള്ളത് അവിടെ ആ സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, പിന്നെ ദരിദ്രന്മാർക്ക് എന്തെങ്കിലും, പണമില്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തിനും, ഈ 2 കാര്യത്തിനായിട്ട് കർത്താവ് പണം ചെലവഴിച്ചതെന്നുള്ള കാര്യം നമ്മൾ അവിടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ പണം ചെലവഴിക്കണം. പിന്നെ ദരിദ്രന്മാർക്ക് കൊടുക്കുക. പിന്നെ നമ്മള് പുതിയ ഉടമ്പടിയുടെ വെളിച്ചത്തില് ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട്, ദൈവവേലയ്ക്കായിട്ട് കൊടുക്കുന്ന കാര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യം, അതും ജ്ഞാനത്തോടെ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യമല്ല, മറിച്ച് ജ്ഞാനത്തോടെ യഥാർത്ഥത്തിൽ ദൈവവേലയ്ക്കായിട്ട്, ദൈവത്തിന്റെ കർത്താവിന്റെ യഥാർത്ഥ പ്രവൃത്തിക്കായിട്ട്, പൈസയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നവർക്കല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അതിന്റെ കാര്യങ്ങൾക്കായിട്ട് ദൈവം തരുന്ന ജ്ഞാനത്തോടെ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ദൂർത്തടിക്കാനല്ല, മറിച്ച് ദൈവാത്മാവിന്റെ ഒരു പ്രേരണയോടെ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങളെ ചെയ്യുന്ന ഒരു കാര്യം നമ്മളവിടെ യോഹന്നാൻ 13:29 നമ്മൾ കണ്ടല്ലോ. പിന്നെ ഫിലിപ്പിയർ 3:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും കൂടെ അതിന്റെ ആ പോർഷനും കൂടെ വായിച്ച്, ഇനിയും ഒത്തിരി പോർഷൻസ് നമുക്ക് വായിക്കാനുണ്ട്. നമ്മള് അതുപോലെ പുസ്തകത്തിൽ ഇനിയും കുറെ റെഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു റെഫറൻസും കൂടെ വായിച്ചങ്ങ് നിർത്താം, നമ്മളിപ്പോ സമയമായല്ലോ. ഫിലിപ്പിയർ 3:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളില് പൗലോസ് താൻ എല്ലാം ചെയ്തവെന്ന് എണ്ണുന്നു എന്നൊക്കെ പറയുന്ന, ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തവെന്ന് എണ്ണിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, ഈ പുനരുദ്ധാനം, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്നുവെച്ചാൽ എന്തോ ഒരു സ്വാർത്ഥലാഭത്തിനായിട്ട് എന്തോ പുനരുദ്ധാനം ലഭിക്കണം, ആ ഒരു അർത്ഥത്തിലല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള ഒന്നാം പുനരുദ്ധാനത്തില് ആ ഒരു തേജസ്സോടെ കർത്താവിനോട് കൂടെ, കാന്തയായിട്ട് എന്റെ കർത്താവിനോട് ഏറ്റവും അടുത്ത് കർത്താവ് എനിക്ക് നിത്യതയിലായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ എനിക്ക് ലാഭമായിട്ടുള്ളത്. യഹൂദനായിരിക്കും എനിക്ക് പല കാര്യങ്ങളും ലാഭമായിട്ടുള്ളതായിട്ടുണ്ട്. 8-ാം നാളിലെ പരിച്ഛേദനയേറ്റ ഫിലിപ്പിയർ 3:5 വലിയ വലിയ ഇസ്രായേലിയരുടെ മുമ്പില് പൗലോസിന് വലിയ വലിയ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ കിട്ടാൻ തക്കവണ്ണമുള്ള യോഗ്യതയുണ്ട്. എന്തൊക്കെയാ? 8-ാം നാളിലെ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് പറയുമ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു ശൗൽ രാജാവൊക്കെ. അപ്പൊ രാജകീയ രക്തമൊക്കെ ഉള്ള, റോയൽ ബ്ലഡ് ഉള്ള ആളാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, അല്ലാതെ വേറെ കൺവേർട്ടഡ് ജ്യൂ ഒന്നും അല്ല, യഹൂദനായിട്ട് ജനിച്ചവനാണ്, ഇബ്രായറിൽ നിന്ന് ജനിച്ച എബ്രായൻ. ഞാൻ അതുപോലെ പ്യുവർ ബ്ലഡ് ആണ്, റോയൽ ബ്ലഡ് ആണ്, പ്യുവർ ബ്ലഡ് ആണ്. പിന്നെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനാണ്, വലിയ തീക്ഷ്ണതയുള്ളവനാണ്. പക്ഷെ ഇതുപോലൊക്കെയുള്ള ലാഭമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശുഷ്കാതെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചതാണ്. അതുപോലെ അപ്പം ഇസ്രായേലിയരുടെ, യഹൂദന്മാരുടെ ഇടയിൽ ഏറ്റവും സർവ്വസമ്മതനാണ് ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ. എന്നാൽ ഇതെല്ലാം താനെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണി, ഇതെല്ലാം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തുനിമിത്തം ചെയ്തതെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, 8-ാമത്തെ വാക്യം, എന്റെ കർത്താവ് യേശു ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തതെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും
ആ, ആ, അതെ, 10-ാമത്തെ വാക്യം, അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ. 11-ാമത്തെ വാക്യത്തില പൗലോസിന്റെ വലിയൊരു സെനൻസ്. ഇങ്ങനെ വല്ലവിധേനയും സംഭവം, അതാ നമ്മൾ വായിക്കുന്നത്. അതാ നമ്മളുടെ വായിക്കുന്നേ 11-ാമത്തെ വാക്യത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ, ഇൻ ഓർഡർ ദാറ്റ് ഐ മൈറ്റ് അറ്റൈൻ ടു ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ്, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ്, സ്കുബലോൺ എന്നുള്ള ഒരു വാക്കാ, ചവറ്, സ്കുബലോൺ അല്ലെങ്കിൽ വിസർജ്യമായിട്ട് എണ്ണുന്നു. മനുഷ്യ വിസർജ്യത്തിനൊക്കെ പറയുന്ന ഒരു വാക്കാ സ്കുബലോൺ. പുതിയ നിയമത്തിൽ ഒരേ ഒരിടത്തെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. റബ്ബിഷ്, അല്ലെങ്കിൽ എല്ലാം ചപ്പും ചവറും, അല്ലെങ്കിൽ ഏറ്റവും വിസർജ്യം എന്ന് വേണം. വല്ല ചാണകമാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ മെഴുകാനും ഓരോ കാര്യത്തിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കും, ബയോഗ്യാസിനും ഒക്കെ. എന്നാൽ മനുഷ്യ വിസർജ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഉപയോഗിക്കാത്ത കാര്യം. അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും, ക്രിസ്തുവിന്റെ വെളിയിലുള്ള എല്ലാ കാര്യങ്ങളും, കർത്താവിന്റെ ഹിതത്തിലുമുള്ള ആ കാര്യങ്ങളെല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം ഏറ്റവും മനുഷ്യ വിസർജ്യം മാതിരി തന്നെ ഏറ്റവും അറപ്പുളവാക്കുന്ന കാര്യമായിട്ട് എണ്ണുന്നു എന്ന് പറയുന്ന ഒരു പൗലോസ് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, എനിക്ക് ആ ഒന്നാം പുനരുദ്ധാനം, കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു തേജസ്സോടെ എനിക്ക് ആ ഒരു പുനരുദ്ധാന ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കണം. എങ്ങനെങ്കിലുമൊക്കെ ആ പുനരുദ്ധാനത്തിൽ എല്ലാവർക്കും ഒരേ തേജസ് ആയിരിക്കത്തില്ല. ചിലർക്ക് നമുക്ക് ആ വാക്യങ്ങള് നമ്മൾ സാങ്ക്വറിനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മള് ശാസ്ത്ര കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് പുനരുദ്ധാനം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ? ഈ ഒന്നാം പുനരുദ്ധാനം തന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. അതാ നമ്മള് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നമുക്കറിയാം സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളിലേക്ക് പല 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 ഗ്ലോറിയ, പല പല തേജസ്സാ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം ആ ലുമിനോസിറ്റി അല്ല വേറൊരു നക്ഷത്രത്തിന്. അതുപോലെ ആയിരിക്കും എന്താ ഒരു മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. 42-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ 15-ന്റെ 41-42, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. സ്റ്റാർ ഡിഫേഴ്സ് ഫ്രം സ്റ്റാർ ഇൻ ഗ്ലോറി. പല നക്ഷത്രങ്ങൾക്ക് പല പ്രകാശം എന്നുള്ള എണ്ണം പുനരുദ്ധാന ശരീരത്തോടെ അന്ന് വിശ്വാസികളെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നു. പക്ഷേ പൗലോസ് അപ്പോസ്തലനുള്ള ആ ഒരു തേജസ്സും എന്തെങ്കിലുമൊക്കെ കഷ്ടിയും മുഷ്ടിച്ചുമൊക്കെ വിശ്വാസത്തിൽ അങ്ങ് നിലനിന്ന് അവസാനം വരെ അങ്ങ് അവസാനം ഒരു പാസ് മാർക്ക്, ഒരു 30 മേനി ഫലം കായ്ച്ചങ്ങ് എത്തുന്ന എല്ലാം തീയില് വെന്തിരിഞ്ഞ് അവസാനം അങ്ങ് അക്കരയ്ക്ക് കിടക്കുന്ന മോഡറേഷനോടുകൂടി ജസ്റ്റ് പാസ്സായി കയ്യിലപ്പുറത്ത് തെങ്ങുമാരി അങ്ങോട്ട് തള്ളിയിട്ട ആൾക്ക് ഉള്ള ആ ഒരു 0 വോൾട്ട് ബൾബിന്റെ പ്രകാശവും വലിയൊരു ഹാലജൻ ബൾബിന്റെ പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം എന്ന വണ്ണം ആയിരിക്കും. എല്ലാവർക്കും ഒരേ തേജസ് ആയിരിക്കത്തില്ല. അപ്പം വല്ലവിധേനയും ആ ഒരു ഏറ്റവും മെച്ചമായിട്ടുള്ള ആ പുനരുദ്ധാനത്തിനെ പ്രാപിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. പിന്നീട് താഴോട്ട് ഫിലിപ്പിയർ 3:21 മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദിവസാഴ്ച അടുത്ത ആഴ്ച ബാക്കിയുള്ള റെഫറൻസസ് അതേപോലെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാമല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ നമ്മൾ ആദ്യം നമ്മൾ കേട്ടത്, നമ്മുടെ രാജാവും പുരോഹിതന്മാരുമാണ്, എത്ര വലിയൊരു ഭാഗ്യപദവിയാണ്. ആ ഒരു സന്തോഷത്തോടെ അഭിമാനത്തോടാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ അയ്യോ എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചല്ലോ, ഇത് സംഭവിച്ചല്ലോ, അയ്യോ ഇനിയിപ്പോ നാളെ എന്താവും, മറ്റന്നാൾ എന്താവും, എന്റെ ഭാവി എന്താവും, എന്റെ മക്കളുടെ കാര്യം എന്താവും, എന്റെ ഓരോരോ കാര്യങ്ങളും ഒക്കെ, പല കാര്യങ്ങളും ഒക്കെ ആകുലതയും നമുക്ക് പല പല കയ്പും വിരോധവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഭൂമിയിൽ തളയ്ക്കപ്പെട്ട ഒരു ജീവിതമാണ്. അത് സ്വർഗീയ പൗരന്മാരെ പോലെ നമ്മൾ വാഴുന്ന രാജാക്കന്മാരായിട്ട്, പുരോഹിതന്മാരായിട്ട് നമ്മൾ ഇന്ന് തന്നെ വാഴുന്നുണ്ടോ? രാജാക്കന്മാരായിട്ട് പാപത്തിന്റെ മേലെ, അതായത് ജഡത്തിന്റെയും ലോകത്തിന്റെയും സാത്താന്യതയും ജയിച്ച് വാഴുന്ന രാജാക്കന്മാരായിട്ട്, പിന്നെ പുരോഹിതന്മാരായിട്ട്. നമ്മള് രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നുള്ള വലിയൊരു പദവിയാണ് പഴയ ചരിത്രം നമ്മൾ കണ്ടു. മെൽക്കിസദേക്ക് എന്നുള്ള ക്രിസ്തുവിന്റെ പ്രതിരൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് രാജാവും പുരോഹിതനുമായിട്ട്. പിന്നെ യേശു യഥാർത്ഥത്തിലുള്ള രാജാവും പുരോഹിതനും ആയിട്ടുള്ളവൻ. ഉസിയാവും ശൗൽ രാജാവും ഒക്കെ ആ ഒരു സ്ഥാനത്തേക്ക് ബൗണ്ടറി കടന്നു പോകാൻ നോക്കി, അവരുടെ അതിര് കടന്നു പോകാൻ നോക്കി, അവര് ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയരായി തീർന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. ഇന്ന് ഒന്നുമല്ലാതെ നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യപദവി. പിന്നെ നമ്മൾ ഒന്നാം പുനരുദ്ധാനത്തില് ഉള്ള ആ ഒരു കർത്താവിന്റെ യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ വാക്യങ്ങളും ലൂക്കോസ് 20-ാം അധ്യായത്തിന്റെ എബ്രായ ലേഖനത്തിലെയും ദാനിയേലിന്റെ പുസ്തകത്തിലെയും ഫിലിപ്പി ലേഖനത്തിലെയും വാക്യങ്ങളും ഇപ്പൊ നമ്മളിപ്പം ഇന്ന് കണ്ടല്ലോ. നമുക്ക് മുമ്പാകെ തലവണങ്ങി
കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അവിടുത്തെ വചനം പോലെ ഇന്നിലാവട്ടെ എന്ന് നമുക്ക് പറയാം. യേശുനാമയായ മറിയം പറഞ്ഞതുപോലെ അവിടുത്തെ വചനം പോലെ ഇന്നിലാവട്ടെ. ബീറ്റ് ആൻഡ് ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്, കാവ് അപ്പോൺ മൈ ഹാർട്ട് ദ ട്രൂത്ത് ദാറ്റ് സെറ്റ്സ് മീ ഫ്രീ എന്നൊരു പാട്ടില് പാടുന്നത് പോലെ കർത്താവിന്റെ വചനം പോലെ ഇന്നിലാവട്ടെ. അവിടുത്തെ ആ സത്യവചനം, എന്നെ സ്വതന്ത്രമാക്കുന്ന സത്യവചനം, കർത്താവെ, ഞാനൊരു രാജാവും പുരോഹിതനുമാണ് എന്നുള്ള അവിടുന്ന് പറയുന്നു. ലോകക്കാർ നമ്മളെ കുറിച്ച് പലതും നിന്ന വാക്കുകളും പല കളിയാക്കലുകളും പല ദുഷികളും നമ്മളെ നമ്മൾ അതുപോലെ വിടക്കുന്നെണ്ണി തള്ളുന്നവരായിരിക്കാം. ലോകത്തിന് മുമ്പാകെ നമ്മളെ പരിഹാസപാത്രങ്ങളായിരിക്കാം. ഇവനത്ര മണ്ടനായിപ്പോയല്ലോ, മണ്ടിയായിപ്പോയല്ലോ, ഇവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലല്ലോ, ഒരു ഗുണവും ഇല്ലല്ലോ എന്നൊക്കെ ആയിരിക്കും ലോകത്തിന്റെ ആൾക്കാരോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈവൻ പല ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ തന്നെ നമ്മളെ കുറിച്ച് ഒരുപക്ഷെ വിലമതിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മളെ വിലയിടുന്നത് ഇവനൊരു രാജാവാണ്, രാജ്ഞിയാണ്, ഇവനൊരു പുരോഹിതയാണ്. ഞാനൊരു രാജാവും പുരോഹിതനുമായിട്ട് ഇന്ന് തന്നെ കർത്താവിന്റെ കൂടെ ആത്മാവില്, കർത്താവിന്റെ കൂടെ സിംഹാസനത്തിൽ എനിക്കിന്ന് വാഴാൻ സാധിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവില് ഈ ജഡത്തിന് മീതെ പിശാചിന് മേലെ വാഴുന്നവരായിട്ട് ആ പൗരോഹിത ശുശ്രൂഷയുള്ള ആത്മീയ യാഗങ്ങള് നമ്മെ തന്നെ ഹനനയാഗമായിട്ട് സമർപ്പിക്കുന്നു. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ആ ഹനനയാഗം നമ്മെ തന്നെ അംഗപ്രത്യംഗമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവിന് ഏറ്റവും പ്രസാദകരമായ യാഗം സ്തോത്രയാഗം അർപ്പിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ആദരഫലത്തോടെ കർത്താവിനെ ഏറ്റുപറഞ്ഞുള്ള സ്തോത്രയാഗം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുകയൊക്കെ ചെയ്യുന്ന യാഗങ്ങള് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും സത്യോപദേശം പറഞ്ഞു കൊടുക്കുവാനും അനേകരെ പാപത്തിൽ നിന്ന് വഴിതിരിക്കാനൊക്കെ ഉള്ള ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷ, ദൈവജനത്തെ ഹൃദയത്തില് കൊണ്ട് നടക്കുന്ന ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷ. അന്ന് അഹരോൻ മഹാപുരോഹിതൻ അവന്റെ വസ്ത്രത്തിൽ തന്നെ ഇസ്രായേൽ ഗോത്രത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 കല്ലുകൾ അവന്റെ ബ്രസ്റ്റ് പ്ലേറ്റില്, ആ ഉടുപ്പിലുണ്ടായിരുന്ന അവന്റെ മാർക്കച്ചയില് 12 ഗോത്രങ്ങളെ സിംബലൈസ് ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന കല്ലുകൾ അവൻ വഹിച്ചെന്ന് പറഞ്ഞതുപോലെ ഇന്നും ദൈവജനത്തെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുവാൻ അന്ന് ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നവരായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ ഒരു ഭാഗ്യപദവിക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങൾ ഇത്ര വിലയുള്ളവരായിട്ട് കാണുന്നല്ലോ. ഞങ്ങൾ പലപ്പോഴും ആ വലിയ പ്രിവിലേജസ് ഒന്നും അറിയാതെ, വലിയ ഭാഗ്യപദവിയും ആ വലിയ അവകാശങ്ങളൊന്നും അറിയാതെ വളരെ കർത്താവെ ആത്മീയമായിട്ട് വളരെ ദരിദ്രരായിട്ടായി ജീവിക്കുവാണല്ലോ. എന്നാൽ ആത്മാവിൽ ദരിദ്രരായിട്ട് ഞങ്ങള് കർത്താവെ ആത്മാവിന്റെ നിറവില് ഇതെല്ലാം വലിയ കർത്താവെ അവകാശത്തോടെ, വലിയ ആത്മീയ അധികാരത്തോടെ, മാന്യതയോടെ, ഡിഗ്നിറ്റിയോടെ രാജാക്കന്മാരായിട്ട്, രാജ്ഞിമാരായിട്ട്, പുരോഹിതകളായിട്ട് കർത്താവെ വാഴേണ്ടവരാണല്ലോ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണേ കർത്താവെ. ഞങ്ങൾ അങ്ങനെ തന്നെ കർത്താവെ ആ ഒരു വലിയ കർത്താവിന്റെ അംബാസിഡേഴ്സ് ആണ്, സ്ഥാനാപതികളാണെന്നുള്ള വലിയ ആ ഒരു ഡിഗ്നിറ്റിയോടെ, മാന്യതയോടെ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ആ ഒന്നാമത്തെ പുനരുദ്ധാനത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പുനരുദ്ധാനത്തിലെ ഏറ്റവും കർത്താവെ മാക്സിമം ഗ്ലോറിയോടുകൂടി ഞങ്ങൾക്ക് ഇന്ന് ഈ ഭൂമിയിലെ കർത്താവെ അങ്ങ് തന്നിട്ടുള്ള ആ വെളിച്ചത്തിനൊത്തവണ്ണം 100% കർത്താവെ അങ്ങക്ക് ഞങ്ങൾ വിധേയപ്പെട്ട് കർത്താവെ എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളോ ഉണ്ടാവുമ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് കർത്താവെ അന്ന് കർത്താവെ ഞങ്ങളുടെ പുനരുദ്ധാന ശരീരം പ്രാപിക്കുമ്പോൾ ഏറ്റവും തേജസ്സോടുകൂടി കർത്താവെ അവിടുത്തെ കാന്തയായിട്ട് അവിടുത്തോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ആ ഒരു കർത്താവെ ആ ഒരു തേജസ്സോടെ ഉള്ള ഒരു പുനരുദ്ധാന ശരീരത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇന്ന് കർത്താവെ അവിടുത്തോട് ചേർന്ന് നടപ്പാൻ, അവിടുത്തെ ആത്മാവിന്റെ പ്രേരണയ്ക്കത്തവണ്ണം ജീവിപ്പാൻ, ദൃഢത്തിന്റെ ഇഷ്ടത്തെ അനുസരിച്ച്, ആത്മാവിന്റെ ഇഷ്ടത്തെ അനുസരിച്ച് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. അവിടുന്ന് തന്നെ ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയ പലകമേൽ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ പത്രങ്ങളാണല്ലോ ഞങ്ങളെ ഞായറാഴ്ച കേട്ടതുപോലെ കർത്താവേ, അവിടുന്ന് തന്നെ അവിടുത്തെ വിരലാകുന്ന പരിശുദ്ധാത്മാവുന്ന മഷി കൊണ്ട് ഞങ്ങളുടെ ഹൃദയ പലകമേൽ കർത്താവ് ഈ വചനങ്ങളൊക്കെ എഴുതി വെച്ചാട്ട് കർത്താവ് ഞങ്ങളുടെ ആത്മാവിന്റെ ഭാഗമായിട്ട് അതെല്ലാം ആയിത്തീരട്ടെ, ഞങ്ങളുടെ അനുഭവമായിട്ട് ആയിത്തീരട്ടെ, ഞങ്ങൾക്ക് ഒരു വെളിപ്പാടായിട്ട് ആ വചനങ്ങൾ ഒരു അനുസരണമായിട്ട് ആയിത്തീരട്ടെ. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തി അത് ഏൽപ്പിച്ചു തരുമ്പോൾ അവിടുന്ന് അത് ചെയ്യും. അവിടുന്ന് വിശ്വസ്തനാണ്. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഇവിടെ ശ്രദ്ധിക്കുന്നു എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.